സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഔപചാരികത മാത്രമാണ്. കാരണം വേദിക എന്ന് പറയുന്നത് ഏകദേശം ഒരു കുടുംബം പോലെയാണ്. മിക്കവാറും എല്ലാവരെയും ഞാൻ വളരെ കാലമായിട്ട് അറിയും. വളരെ സന്തോഷം എല്ലാവരും ഇവിടെ കാണാനായിട്ട്. നീലാംബരിയിൽ വേദികയുടെ പരിപാടി വീണ്ടും നടത്തുക എന്ന് പറയുമ്പോൾ അതും എനിക്ക് അങ്ങേയറ്റം സന്തോഷം. പ്രത്യേകിച്ചാണെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമുക്ക് ഓരോ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. എന്നാലും അതും എല്ലാം കൊണ്ടും വളരെയധികം തൃപ്തിയും സന്തോഷമുള്ള ഒരു അവസരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എത്തിയിട്ടുള്ള കലാകാരന്മാർക്കും പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്താനായിട്ട് വന്നിട്ടുള്ള നാരായണേട്ടനും എല്ലാവർക്കും സ്വാഗതം പറയുന്നു. വളരെ സന്തോഷം. പരിപാടിയെല്ലാം ഭംഗിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള നമുക്ക് ആകെ ഒരു ചെറിയൊരു തിരക്കേട് പറ്റിയത് കൂത്തമ്പലം നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരുന്നില്ല. 2 നേരം അവിടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിന് ചെറിയ ക്ഷമാപണം കൂടെ എൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നു. ബാക്കിയെല്ലാം കൊണ്ടും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പ്രഭാഷണം എന്നാണ് കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പ്രഭാഷണം വെച്ചാൽ പ്രകർഷകനുള്ള ഭാഷണമാണ്. ഇന്നത്ര പ്രകർഷകയാവാനുള്ള സാധ്യത വളരെ കുറവാണ് ആരോഗ്യസ്ഥിതി പരിഗണിച്ച്. അതുകൊണ്ട് ഇതൊരു വേറൊരു നിലയ്ക്കൊരു അവഭാഷണമാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയായിട്ടുള്ളൂ. ആരോഗ്യത്തിൻ്റെ ഒരു സ്ഥിതി കൊണ്ടാണ്. ഞാനിന്ന് നങ്ങ്യാർകൂത്തിൻ്റെ സമകാലീനത എന്നൊരു വിഷയത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ നങ്ങ്യാർകൂത്തിൻ്റെ സമകാലീനത എന്നത് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് നങ്ങ്യാർകൂത്തിൻ്റെ തന്നെ ചരിത്രം എന്ന് പറയേണ്ടി വരും. അത് പലതും മിക്ക കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അതിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷേ ആ പരിചയമുള്ള കാര്യങ്ങൾ പറയേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് അത് വികസിച്ച് വന്നിട്ടുള്ള അതിൻ്റെ രൂപപരവും സാംസ്കാരികവുമായിട്ടുള്ള അതിൻ്റെ ഒരു സ്വഭാവത്തെ സ്ഥാനപ്പെടുത്താൻ വേണ്ടി കൂടിയായിരിക്കും ഈ ചരിത്രം പറഞ്ഞു വരുന്നത് എന്നൊരാമുഖമായിട്ട് പറയണം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നങ്ങ്യാർകൂത്ത് എന്നത് കൂടിയാട്ടത്തിൻ്റെ ഒരു സഹോദര രൂപമാണ്, അല്ലെങ്കിൽ ഒരു സഹോദരീ രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് പൊതുവെ നങ്ങ്യാരമ്മമാർ അല്ലെങ്കിൽ നങ്ങ്യാന്മാർ അല്ലെങ്കിൽ കൂടിയാട്ടത്തിൽ സ്ത്രീവേഷം കൈകാര്യം ചെയ്യുന്നവർ ചെയ്യുന്ന ഏകഹാര്യ അഭിനയത്തിനെ നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമായും കൂടിയാട്ടത്തിൻ്റെ രീതിശാസ്ത്രങ്ങളും അഭിനയ പദ്ധതികളും ഉപയോഗിച്ചുകൊണ്ട് നാടക സംബന്ധിയായും നാടക സംബന്ധി അല്ലാത്തതുമായ ഇതിവൃത്തങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവതരണങ്ങൾ നങ്ങ്യാന്മാർ നടത്തുമ്പോൾ അതിനെ നങ്ങ്യാർകൂത്ത് എന്ന് ഇന്ന് വിശേഷിപ്പിച്ചു വരുന്നു. പക്ഷേ അതിൽ നിന്നും വളരെ വിഭിന്നമായ, വളരെ സൂക്ഷ്മമായ, സ്പെഷ്യലൈസ്ഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു സ്വഭാവം നങ്ങ്യാർകൂത്തിനുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ചരിത്രം. കാരണം യഥാർത്ഥത്തിൽ നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത് സുഭദ്രാ ധനഞ്ജയത്തിലെ സുഭദ്രയുടെ ചേടിയായ കൽപ്പലതികയുടെ നിർവഹണമാണ്. ശ്രീകൃഷ്ണൻ്റെ കഥകൾ പറയുന്ന നിർവഹണമാണ് നങ്ങ്യാർകൂത്ത് എന്നറിയപ്പെട്ടിരുന്നത്. ഭൂതം വന്ന് പിടിക്കുകയും ആ സമയത്ത് അർജുനൻ സന്യാസിയുടെ വേഷത്തിൽ താഴെ നിന്നുകൊണ്ട് അമ്പെയ്തുകൊണ്ട് സുഭദ്രയെ രക്ഷപ്പെടുത്തുകയും താഴേക്ക് വീണ സുഭദ്രയെ കൈകളിൽ ഗ്രഹിക്കുകയും ആ സമയത്ത് സുഭദ്ര അത്രയും കാലം ശ്രീകൃഷ്ണനിൽ സ്വന്തം ഹൃദയം അർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള സുഭദ്ര ഈ യൗവനയുക്തനായ ഈ സന്യാസിയിൽ ആകൃഷ്ടയാവുകയും അതെന്തോ തെറ്റുപറ്റിയ പോലെ, കാരണം ഇത് അർജുനനാണ് എന്ന് അറിയാതെ അയ്യോ ഇവൻ എന്നെ കുലടയാക്കി തീർക്കുന്നുവല്ലോ എന്ന് സ്വയം വ്യാകുലപ്പെട്ടുകൊണ്ട് തിരിച്ചു പോവുകയും തിരിച്ച് ഗൃഹത്തിലെത്തിയപ്പോൾ തൻ്റെ ഗാത്രിക നഷ്ടമായത് കണ്ടെത്തുകയും ആ ഗാത്രികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത് പോലെയുള്ളത്, അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അർജുനൻ്റെ സഹസ്രനാമങ്ങൾ
അതിൽ കുറിച്ചു വെച്ചിട്ട് അത് മുഴുവൻ നേരവും ഏത് നേരവും സ്വന്തം ശരീരത്തിൽ ധരിച്ചുകൊണ്ടായിരുന്നു സുഭദ്ര അത്രയും കാലം. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്നുള്ളത് വലിയൊരു നഷ്ടമായതുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം ചേടിയെ അത് അന്വേഷിച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന പോക്കിൽ കൽപ്പലതിക കൂടിയാട്ടത്തിലെ നിർവഹണത്തിൻ്റെ രീതിയിൽ ശ്രീകൃഷ്ണൻ്റെ കഥകൾ മുഴുവനും ജന്മം മുതൽ സുഭദ്രയും ധനഞ്ജയനും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഘട്ടം വരെ, അതായത് സുഭദ്രാ ധനഞ്ജയത്തിൻ്റെ ഇതിവൃത്തം എവിടെ തുടങ്ങുന്നുവോ അതുവരെയുള്ള കഥകൾ മുഴുവനും അഭിനയിക്കുന്നൊരു ഭാഗമായിട്ടാണ് നങ്ങ്യാർകൂത്ത് എന്നറിയപ്പെടുന്നത്. ഇവിടെ നിർവഹണം എന്താണ് എന്ന് പറയേണ്ടി വരും. നിർവഹണം എന്നത്, അതായത് ഇതിൽ ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്ന നങ്ങ്യാർകൂത്ത് എന്നത് സവിശേഷമായ മാറി നിൽക്കുന്ന മറ്റൊരു രൂപമായിരുന്നില്ല എന്നും കൂടിയാട്ടത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന സുഭദ്രാ ധനഞ്ജയത്തിലെ ഒരഭിനയ ഭാഗമായിരുന്നു. അതിനെ നങ്ങ്യാർകൂത്ത് എന്ന് വിളിച്ചിരുന്നു. അതിന് കാരണം പറയാം. സാധാരണയായി കൂടിയാട്ടത്തിൽ നിർവഹണങ്ങളുടെ സ്വഭാവം എന്നത് ആ രംഗത്തിൽ പ്രഥമ സീൻ എന്ന് പറയട്ടെ, അതിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ ഭൂതകാല കഥകൾ പറയുന്ന, അഭിനയിച്ച് കാണിക്കുന്ന, അതിൽ വരുന്ന മറ്റുള്ള കഥാപാത്രങ്ങളുടെ എല്ലാം വേഷം പകർന്നാടിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് നിർവഹണം എന്ന് പറയുന്നത്. നിർവഹണത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ചോദ്യം ചോദിച്ച് പിന്നോക്കം പോകുന്ന ഒരു സംഗതി, അനുക്രമം എന്ന് വിളിക്കും. അനുക്രമം എന്ന് പറഞ്ഞാൽ ക്രമമായിട്ട് എന്നാണ്, പക്ഷെ ഇവിടെ വിപരീതമായിട്ടുള്ള അനുക്രമമാണ്. ഇപ്പോഴെന്താണോ അതിൽ നിന്നും പിന്നോക്കം പോകുന്ന രാവണൻ ഇപ്പോൾ രാവണനാണെങ്കിൽ ഇപ്പോൾ അശോകവനികയിൽ വരാൻ എങ്ങനെ എത്തി, അതിനു മുൻപേ ഈ അശോകവനികയിൽ സീത എങ്ങനെ എത്തി എന്നുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നോക്കം പോയി. അത് ഈ നാടകത്തിൻ്റെ ആദ്യത്തെ രംഗം വരെയും അതിനു മുൻപുള്ള കഥകളിലേക്കും ഉൽപ്പത്തി വരെ പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള അനുക്രമങ്ങൾ അതിനകത്ത് സാധ്യമാണ്. ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് എവിടെ ആണോ ആരംഭ ബിന്ദു എന്നുണ്ടെങ്കിൽ അവിടെ വരെ എത്തിയതിന് ശേഷം അടുത്ത ഭാഗമായ സംക്ഷേപം എന്നത് അഭിനയിക്കുന്നു. ആദ്യ ഭാഗത്തുള്ള വളരെ ചുരുങ്ങിയ ഒരു ഭാഗത്തെ സംക്ഷേപം എന്ന് പറഞ്ഞാൽ ചുരുക്കി അവതരിപ്പിക്കുന്ന ഒരു കാര്യവും, പിന്നീട് അവിടുന്ന് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി ഓരോ ചോദ്യത്തിൻ്റെയും ഭാഗമായി വരുന്ന കഥകൾ ക്രമമായി അവതരിപ്പിച്ച് ഈ പ്രത്യേക നാടക സന്ദർഭത്തിൻ്റെ ആ ഘട്ടത്തിൽ എത്തും വരെ അഭിനയിച്ച് തീർക്കുന്നു. അപ്പം അതിൽ സ്വാഭാവികമായിട്ട് ഈ ചോദ്യമാണ്, അതെങ്ങനെയുണ്ടായി, അപ്പോൾ എന്തുണ്ടായി, അതെന്തുകൊണ്ട് എന്നുള്ള ഈ 3 ചോദ്യങ്ങളാണ് വീണ്ടും ചോദിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ കഥകൾ പറയാനുള്ള ഒരു നാന്ദിയായിട്ട്, ഒരു സൂചനയായിട്ട് ഉപയോഗിക്കുകയും അവിടെയുള്ള കഥകൾ പറയുക എന്ന് പറഞ്ഞാൽ ശരീരം വെച്ചിട്ട്, ആംഗിക വാചികം വേറെയാണ്, അത് അടുത്തിരിക്കുന്ന വശത്തിരിക്കുന്ന നങ്ങ്യാരാണ് അത് ചൊല്ലുന്നുണ്ടാവുക. അതും അഭിനയ ഭാഗത്തിന് ശേഷമാണ് ആ ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഈ കഥകളിൽ അവതരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളുടെയും ആ കഥാപാത്രങ്ങളെ ആവഹിച്ചുകൊണ്ട് അവരോരോരുത്തരും പറയുന്നതും ചെയ്യുന്നതും അവരായി മാറി നിന്നുകൊണ്ട് അവതരിപ്പിക്കുകയും തിരിച്ച് ഏതൊരു കഥാപാത്രത്തിൻ്റെ നിർവഹണമാണോ നടത്തുന്നത് അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ക്രമമായ ഒരു പദ്ധതിയാണ് നിർവഹണം. ഇത് സാധാരണ നിലയ്ക്ക് ലോക നാടകങ്ങളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്ര വിപുലമായ ഒരിടത്തും കാണാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം ഏതൊരു നാടകം തുടങ്ങുന്നതിന് മുൻപും ഈ നാടകം ആരാണ്, അതിലെ കഥാപാത്രങ്ങൾ, അതിന് മുൻപുള്ളവരുടെ കഥകൾ എന്താണ് എന്നതൊക്കെ കാണാനിരിക്കുന്ന ആളുകൾക്ക് അറിയണമല്ലോ. അതറിയാൻ വേണ്ടിയിട്ട് പാശ്ചാത്യമായൊരു ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്പോസിഷൻ എന്ന് പറയും. മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ പറയുക. ഉദാഹരണത്തിന് ടെമ്പസ്റ്റ് എന്ന് പറയുന്നൊരു നാടകത്തിൽ
മിറാൻഡ ചോദിക്കുന്നുണ്ട് പ്രോസ്പെറോയോട്. അവരൊരു ദ്വീപിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോസ്പെറോയിനോട്, അച്ഛനായ മാന്ത്രികനായ പിതാവിനോട് മിറാൻഡ ചോദിക്കുന്നുണ്ട്, അച്ഛൻ നമ്മളെങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത് ചോദിക്കുന്നു. അപ്പോൾ പ്രോസ്പെറോ പറയും, നിനക്ക് വല്ല ഓർമ്മയുണ്ടോ നമ്മൾ പണ്ടൊരു കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നത്? അപ്പോൾ അവൾ പറയും, ചെറിയ ചില ഓർമ്മകളുണ്ട്. നിനക്ക് ചില ആയമാരും നഴ്സുമാരും ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? അവരെന്നെ എടുത്തുകൊണ്ട് പോകുന്നത് ഓർമ്മയുണ്ട്. ശരി, നമ്മൾ മിലാനിലായിരുന്നു, അവിടെ ഞാനൊരു പ്രഭുവായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ തൊട്ടുള്ള കഥ വെറും കഥയായിട്ട് മിറാൻഡയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിൽ. അതിനെ നമുക്ക് നിർവഹണം എന്ന് വിളിക്കാം. കാരണം മുൻപുണ്ടായ കഥകൾ പൂർവ്വകഥാകഥനം നിർവഹിക്കുന്നത് എന്തോ അത് എക്സ്പോസിഷനാണ്, അത് നിർവഹണമാണ്. പക്ഷേ മറ്റ് ചില നാടകങ്ങളിൽ ഇത്തരത്തിൽ പൂർണ്ണമായൊരു കഥ പറയുന്നതിന് പകരം ഓരോ നാടക സന്ദർഭത്തിലും ആവശ്യമായ അറിവുകൾ, ആ അറിവുകൾ പറയുകയാണ് എന്ന തോന്നൽ ഉളവാക്കാതെ വളരെ കൃത്യമായി ഇതിനകത്തേക്ക് യോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, കൂടിയാട്ടത്തിലെ പ്രത്യേകത എന്നത് നിർവഹണം 3 തരത്തിലുണ്ട് എന്നതാണ്. ഒന്നാമത്, ഏതാണോ പ്രധാന കഥാപാത്രം ആ കഥാപാത്രം സ്വന്തം നിർവഹണമായി ഒരു വശത്ത് സ്വന്തം പൂർവ്വകഥകൾ പറയുകയും അതിനു മുൻപ് ആ കഥകളുമായി ബന്ധപ്പെട്ടുള്ള അതിനും പൂർവമായ കഥകൾ പറയുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ കഥാപാത്രം സ്വയം നിർവഹിക്കുന്ന ഒരു സമ്പ്രദായം. രണ്ടാം രാവണൻ്റെയോ സീതയുടെയോ അല്ല എന്നുണ്ടെങ്കിൽ രാമൻ്റെ നിർവഹണത്തിലോ ഒക്കെ നമുക്ക് കാണുന്ന ഒന്നാമത്തെ രീതിയാണ് അത്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു നായക കഥാപാത്രത്തിൻ്റെ ഭൃത്യൻ, അല്ലെങ്കിൽ ഭൃത്യ ഉണ്ടാവാറില്ല, ഭൃത്യ വേറെ നിലയ്ക്കാണെന്നില്ല, ഭൃത്യൻ ആ നായക കഥാപാത്രത്തിൻ്റെ പൂർവ്വകഥകൾ പറയുന്നു. ഉദാഹരണം, ശംഖുകർണൻ രാവണൻ്റെ പൂർവ്വകഥകൾ മുഴുവനും പറയുന്ന ഒരു രീതി. പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോൾ, കൽപ്പലതികയുടെ കാര്യത്തിൽ വരുമ്പോൾ അത് മൂന്നാമത്തെ ഒരു രീതിയായിട്ട് മാറുന്നു. കാരണം കൽപ്പലതിക നായക കഥാപാത്രമല്ല. നായക കഥാപാത്രമായിട്ടുള്ള അർജുനൻ്റെയോ നായികയായിട്ടുള്ള സുഭദ്രയുടെയോ കഥയല്ല പറയുന്നത് ആരുടെ കഥയാണ്? ശ്രീകൃഷ്ണൻ്റെ കഥയാണ്. തികച്ചും മൂന്നാമതൊരാളുടെ കഥ പറയുക എന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കൽപ്പലതിക എന്ന കഥാപാത്രത്തിന്, ആ ക്യാരക്ടറിന് പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നും ഈ ഗാത്രിക കൊണ്ടുവരുവാനുള്ള ഒരു ഏജൻസി ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക, ഒരു ബാല്യക്കാരെ ഏൽപ്പിക്കണ പോലെ ഏൽപ്പിച്ചിട്ട് ആ ഗാത്രിക കൊണ്ടുവരാൻ പോകുന്ന വഴിക്ക് വെച്ച് അവൾ ശ്രീകൃഷ്ണൻ്റെ കഥകൾ മുഴുവനും പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അവിടെ കഥാപാത്രത്തെക്കാൾ കൂടുതൽ ആക്ടറിന്, നടിക്ക്, നങ്ങ്യാർക്കാണ് പ്രാധാന്യം എന്നതുകൊണ്ടാണ് അത് നങ്ങ്യാർ കൂത്ത് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണയായി ഇപ്പോൾ അശോകവനികാന്തത്തിൽ മറ്റേ മണ്ഡോദരിയുടെ നിർവഹണമുണ്ട്, അതിനെ മണ്ഡോദരിയുടെ നിർവഹണം എന്നാണ് വിളിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പർണശാലാംഗത്തിൽ സീതയുടെ നിർവഹണമുണ്ട്, അത് സീതയുടെ നിർവഹണം എന്ന് തന്നെയാണ് പറയുക. ആ നിലയ്ക്ക് ഇതിനെ വേണമെങ്കിൽ കൽപ്പലതികയുടെ നിർവഹണം എന്നായിരുന്നു പറയുവാൻ സാധ്യതയുള്ളത്. പക്ഷെ കൽപ്പലതിക എന്നത് പ്രധാനപ്പെട്ടൊരു കഥാപാത്രമല്ലാത്തതിനാലും അധിക പങ്കും ഒരു നടി എന്ന നിലയ്ക്ക്, അഭിനേതാവ് എന്ന നിലയ്ക്കുമാണ് അവിടെ അവതരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത് നങ്ങ്യാർ കൂത്ത് എന്നൊരു പേര് വന്നിരിക്കുന്നത്. ആ നങ്ങ്യാർ കൂത്ത്, ഈ ഭാഗത്തിനെയാണ് നങ്ങ്യാർ കൂത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ചില കഥകൾ കൂടിയുണ്ട്. അതിന് മറ്റൊരു കഥയും കൂടി പറയാം. ആ കഥ എന്നത് കുലശേഖരൻ, ധനഞ്ജയവും തപതീ സംവരണവും രചിച്ചിട്ടുള്ള കുലശേഖരവർമ്മൻ അദ്ദേഹത്തിന് ഒരു നങ്ങ്യാരെ കണ്ടിഷ്ടമാവുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ നങ്ങ്യാർ വിഭാഗത്തിൽ നിന്നും ഭ്രഷ്ടയാക്കപ്പെട്ടു എന്നും അവർക്ക് പിന്നീട് ക്ഷേത്രങ്ങളിൽ ഇത് അവതരിപ്പിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടു എന്നുമാണ് കഥ. ഇത് സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭ്രഷ്ടാവൽ വലിയ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും.
കാരണം നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകളായിട്ടുള്ള നമ്പ്യാന്മാർക്ക് നമ്പൂതിരിമാരോ അല്ലെങ്കിൽ തമ്പുരാക്കന്മാരോ വകയായിട്ടുള്ള സംബന്ധം എന്നത് നിഷിദ്ധമായ ഒരു കാര്യമായിട്ട് ഇന്നും കാണുന്നില്ല. അന്നും അത്തരത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത തുലവും വിരളമാണ്. അതുകൊണ്ട് തമ്പുരാനെ വിവാഹം കഴിച്ചതുകൊണ്ട് അവർ ഭ്രഷ്ടായി എന്നാണോ, അതോ തമ്പുരാനെ വിവാഹം കഴിച്ചതോടുകൂടി അവരുടെ സ്ഥാനം എന്നത് മാറിയതുകൊണ്ട് അവർക്കിനി മറ്റുള്ളവരെ പോലെ ക്ഷേത്രങ്ങളിൽ പോയി ഇത് അവതരിപ്പിക്കാൻ സാധിക്കാതെ വന്നു എന്നാണോ എന്നത് ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കുലശേഖരൻ ഇവർക്ക് വേണ്ടി, പത്നിക്ക് വേണ്ടി ഈ ശ്രീകൃഷ്ണ ചരിതത്തിൻ്റെ ഭാഗം മുഴുവനും ശ്ലോകങ്ങളായി ചമയ്ക്കുകയും അഭിനയത്തിന് അനുയോജ്യമായ വണ്ണം ചിട്ടപ്പെടുത്തുകയും ചെയ്ത് അത് എല്ലാ കൂത്തമ്പലങ്ങളിലും അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള, ഇപ്പോൾ ഇരിങ്ങാലക്കുട, തൃശ്ശൂർ മുതലായിട്ടുള്ള കൂത്തമ്പലങ്ങളിലെല്ലാം ഇത് വ്യത്യസ്തമായ ഒന്നായി അവതരിപ്പിക്കാനുള്ള നിബന്ധന ചെയ്തു എന്നുമാണ് ഒരു ഐതിഹ്യം. അപ്പോൾ അതിനുശേഷം ഇത് ധനഞ്ജയത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പോലെ, ഉദാഹരണം ഇരിങ്ങാലക്കുട കൂത്തമ്പലത്തിലും വടക്കുംനാഥൻ കൂത്തമ്പലത്തിലും നങ്ങ്യാർ കൂത്ത് എന്നത് നാടകത്തിനോടൊപ്പമല്ലാതെ തന്നെ ഈ ശ്രീകൃഷ്ണ ചരിതത്തിലെ ഈ കഥകൾ മുഴുവനും അവതരിപ്പിക്കുന്ന രീതിയിലുള്ള സോളോ പെർഫോമൻസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു അവതരണം എന്ന രീതിയിൽ അത് അനുഷ്ഠാനമായി തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടിയാട്ട അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി തന്നെ കൂത്തമ്പലത്തിൻ്റെ ആനുവൽ ആയിട്ടുള്ള വാർഷികമായൊരു കലണ്ടറിൻ്റെ ഭാഗമായി അത് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇത് കഥാപാത്രമല്ല, നടിയാണ് എന്ന് പറയുന്നതും. രണ്ട്, ഇത് കൂടിയാട്ടത്തിൻ്റെ നാടകത്തിൻ്റെ ഭാഗമായിരുന്നിരുന്നപ്പോൾ തന്നെ നാടകത്തിൽ വ്യത്യസ്തമായ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അസ്തിത്വം എന്നത് അതിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ രണ്ടാമതൊരു വിഭാഗം നങ്ങ്യാർ കൂത്ത് കൂടി ഉണ്ടായിരുന്നു. നാടകവുമായി ബന്ധപ്പെട്ടല്ലാതെ അവതരിപ്പിക്കുന്ന നങ്ങ്യാന്മാരുടെ ഒരവതരണം. അത് അഗ്നിചയനത്തിലോ അഗ്നിഷ്ടോമത്തിലോ പങ്കെടുത്തിട്ടുള്ള ഏതെങ്കിലും അക്കിത്തിരിപ്പാടുമാർ അവരുടെ നിര്യാണത്തിന് ശേഷം പത്നി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയായി ആ അക്കിത്തിരിപ്പാടിൻ്റെ സഞ്ചയനവുമായി ബന്ധപ്പെട്ട് 3 ദിവസം ഭാഗവതം ദശമം സ്കന്ധം എന്നത് പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഒരു രീതി. ഭാഗവതത്തിലെ ദശമം സ്കന്ധം എന്നത് കൃത്യമായി ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള പൂർണ്ണമായ കഥയാണ് അതിനകത്ത് പറയുന്നത്. അത് 3 ദിവസം കൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം അതിനെ ചുടലക്കൂത്ത് എന്ന് വിളിച്ചിരുന്നു. കാരണം ഈ സംസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ചാരം, അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് പണ്ടൊരു കാലത്ത് ചുടലയിലാണ് കൂത്ത് നടന്നിരുന്നത് എന്നൊരു സംശയം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ സാധ്യത ആ ഭൗതികമായ അവശിഷ്ടങ്ങൾ വിളക്കിനടുത്ത് വെച്ചുകൊണ്ട് അതിനോടുള്ള ഒരു ബഹുമാന സൂചകമായി, അല്ലെങ്കിൽ അനുഗ്രഹ സൂചകമായി, ഇനിയും സൗഖ്യം, പരലോകത്തും സൗഖ്യം ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനാ രൂപത്തിലുള്ളൊരു അനുഷ്ഠാനമായി ഈ ദശമം സ്കന്ധം എന്നത് ചുടലക്കൂത്തായി ദശമം കൂത്ത് എന്ന രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. അതിലും ശ്രദ്ധേയമായ കാര്യം എന്നത് അതും ഒരു നാടകവുമായി ബന്ധപ്പെട്ടല്ല, ഒറ്റയ്ക്ക് നടത്തിയിരുന്ന ഒരു അവതരണം എന്നതാണ്. ഇത്രയും ഒരർത്ഥത്തിലൊരു പൂർവ്വകഥയായിട്ട് ഇതൊരു നിർവഹണമാണ് എന്ന് വേണ്ടി കണക്കാക്കാം. കാരണം സമകാലികമായ അവസ്ഥയുടെ ഒരു നിർവഹണമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഇത്രയും നിർവഹണമായിട്ട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആദ്യകാലങ്ങളിൽ ഇതുണ്ടായിരുന്നപ്പോൾ തന്നെ സംസ്കൃത നാടകത്തിൻ്റെ പൊതുവായ സ്വഭാവവും, നാടകങ്ങളുടെ പൊതുവായ സ്വഭാവവും മാത്രമല്ല സാംസ്കാരികമായ അവതരണപരമായ സാഹചര്യങ്ങളുടെ പ്രത്യേകതകളും കൊണ്ട് നങ്ങ്യാർ കൂത്ത് മാത്രമല്ല നങ്ങ്യാന്മാരുടെ കൂടിയാട്ടത്തിലുള്ള പങ്കാളിത്തം
ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ കഴിയാം. 19-ാം നൂറ്റാണ്ടൊക്കെ എത്തുമ്പോഴേക്കും, 19-ാം നൂറ്റാണ്ട് മധ്യമൊക്കെ എത്തുമ്പോഴേക്കും ഏതാണ്ട് നങ്ങ്യാന്മാരില്ലാതെയാവുന്ന, അവതരണങ്ങളിൽ നിന്ന് നങ്ങ്യാന്മാരെ ഒഴിവാക്കുന്ന ഒരവസ്ഥ വ്യക്തമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ, വളരെ ഭൗതികമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 14 ദിവസം കൂടിയാട്ടം അല്ലെങ്കിൽ 41 ദിവസം കൂടിയാട്ടം എന്നൊക്കെ പറയുമ്പോൾ ദീർഘദൂരം സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്ത് താമസിച്ച് അവിടെ തന്നെ ഇത് അവതരിപ്പിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നതിലുണ്ടാകുന്ന വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും അതിനകത്തുണ്ടാകുന്ന സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് തന്നെ പതുക്കെ അത് കുറവായി വരികയും, രണ്ടാമത്തെ ഭാഗത്ത് കൂടിയാട്ടത്തിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള സംസ്കൃത നാടകങ്ങൾ അധിക പങ്കും നായക പ്രാധാന്യമുള്ള നാടകങ്ങളാണ്. നായികാ പ്രാധാന്യമുള്ളതോ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളവയല്ലാത്തതുകൊണ്ട് ഈ കഥാപാത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കഴിവതും ചെയ്യുകയും, ഇനി ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത ഇടങ്ങളിൽ മാത്രം നങ്ങ്യാർമാർ അവതരിക്കുകയും, അങ്ങനെ ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത ഇടങ്ങളിൽ നങ്ങ്യാന്മാരില്ലെങ്കിൽ കേട്ടാടുക എന്ന് പറയുന്നൊരു സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ കേട്ടാടുക എന്ന് പറഞ്ഞാൽ അത് ഈ പകർന്നാടുന്നതിൻ്റെ വേറൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ തന്നെ ചെയ്യാറുണ്ടല്ലോ, അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അയാൾ പറഞ്ഞ രീതി നമ്മൾ ചെയ്യുകയാണ് പകർന്നാട്ടത്തിൻ്റെ സ്വഭാവം. അതേപോലെ കേട്ടാടുക എന്ന് പറയുന്നത് ഈ പ്രസ്തുത കഥാപാത്രം അവിടെ അരങ്ങത്തില്ലെങ്കിലും ആ ഒപ്പം നിൽക്കുന്ന കഥാപാത്രം, പുരുഷ കഥാപാത്രം, നായക കഥാപാത്രം, അവിടെ ആ മറ്റേ സ്ത്രീ കഥാപാത്രം ഉണ്ട് എന്ന് സങ്കല്പിക്കുകയും ആ സ്ത്രീ കഥാപാത്രം എന്തോ പറയുന്നു എന്ന് കേൾക്കുന്ന പോലെ നടിക്കുകയും ആ നടിച്ചതിന് ശേഷം ഇങ്ങനെയോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞതിനെ ആവർത്തിച്ചു പറയുന്ന പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അതിനുള്ള മറുപടിയും പ്രതികരണവും സ്വന്തം ഭാഗത്തു നിന്ന് അഭിനയിക്കുകയും ചെയ്യുന്നു. അതായത് അടിസ്ഥാനപരമായി രണ്ട് കഥാപാത്രങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തെ, സന്ദർഭത്തെ ഒരു കഥാപാത്രത്തിലേക്ക് ചുരുക്കി മറ്റേ കഥാപാത്രം ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ മുഴുവനും ഈ കഥാപാത്രം തന്നെ ഏറ്റെടുത്ത് നിർവഹിക്കുകയും, നീ ഇങ്ങനെയോ പറഞ്ഞത് എന്ന് ചോദിച്ചുള്ള അതിൻ്റെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പല വഴികളിലൂടെ, പല രീതികളിലൂടെ നങ്ങ്യാന്മാർ റിഡണ്ടൻ്റായി മാറുന്ന ഒരവസ്ഥയെത്തി, ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. അതിനോടൊപ്പം വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി അതിനകത്തുണ്ടായി. പഞ്ചകന്യകകൾ എന്ന കഥാപാത്രങ്ങളെ അരങ്ങത്ത് അവതരിപ്പിക്കരുത്, അത് നിഷിദ്ധമാണ്, പാപമാണ് എന്ന് പറയുന്നൊരു സങ്കല്പം. അഹല്യ, മണ്ഡോദരി, താര, ആരൊക്കെയാ പഞ്ചകന്യകൾ? തഥ പഞ്ചകന്യെ സ്മരയും നിത്യം എന്നാണല്ലോ പറയുന്നത്. ഈ പഞ്ചകന്യകകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ വലിയൊരു ഐറണിയാണ് അവരുടെ കാര്യം. കന്യകകൾ എന്നാണ് പറയുന്നത്, ആരും കന്യകയല്ല. അതിൽ ആദ്യത്തെ 3 പേർ അഹല്യയും താരയും, അഹല്യ, താര, ദ്രൗപദിയും ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കുവാൻ നിർബന്ധിതരായവരാണ്, കന്യകയല്ല എന്നുള്ളത് പോട്ടെ. ബാക്കി 2 പേരും സീതയും മണ്ഡോദരിയും, താരയ്ക്കും 2 ഭർത്താക്കന്മാർ വേണ്ടിയുണ്ട്. സീതയ്ക്കും മണ്ഡോദരിക്കും സീതയ്ക്ക് അത്യധികമായ ദാമ്പത്യ ദുഃഖം ഏറ്റെടുക്കേണ്ടി വന്നു. മണ്ഡോദരി വിധവയായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ 5 കന്യകകളെയാണ് എല്ലാ ദിവസവും സ്മരിക്കേണ്ടത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്നും സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ എന്നത് ഞാൻ സ്മരിക്കുന്നില്ല, ആൾക്കാർക്ക് ആലോചിക്കാവുന്നതാണ്. എന്നിരുന്നാലും പഞ്ചകന്യകകളെ അരങ്ങത്ത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന ഒരു സങ്കല്പം, ഒരു മിത്ത് എന്ന് പറയട്ടെ, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഉദാഹരണത്തിന് വർണ്ണശാലാംഗത്തിലും
അതിനുശേഷമുള്ള രണ്ടംഗങ്ങളിൽ സീതയുടെ നിർവഹണമുണ്ട്, അതില്ലാതെയായിത്തീർന്നു. അശോകവനികാംഗത്തിൽ വളരെ എന്താ പറയുക, ബ്രില്യൻ്റ് എന്ന് വിളിക്കാവുന്ന അതിഗംഭീരമായ മണ്ഡോദരിയുടെ കഥാപാത്രമാണ്. അതിനകത്താണ് മൃത്യുദേവതയുടെ ഒരു സ്വപ്നം കാണുകയും മൃത്യുദേവതയുടെ ബിംബം കാണുകയും ആ മൃത്യുദേവത ലങ്കയിലേക്ക് വരികയാണ് എന്ന കാഴ്ച കാണുകയും ചെയ്തത് ഞെട്ടി ഉണരുന്ന മണ്ഡോദരിയുടെ ഒരു നിർവഹണമുണ്ട്. അതും ഇതിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നങ്ങ്യാർ കൂത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പടിപടിയായി നങ്ങ്യാർമാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത്, കൂടിയാട്ടം അരങ്ങിലെ സാന്നിധ്യം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും വളരെ കുറച്ച് കൂത്തമ്പലങ്ങളിൽ മാത്രം കേവലം ആദ്യം പറഞ്ഞ നങ്ങ്യാർ കൂത്ത് ശ്രീകൃഷ്ണചരിതം എന്നത് അവതരിപ്പിക്കുന്നത് ബാക്കി നിൽക്കുകയും അത് അധിക പങ്കും കേവലം ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്ക് അഭിനയത്തിൻ്റെ സാധ്യതകളൊക്കെ മാറ്റിവെച്ച് അങ്കുലിയാങ്കമൊക്കെ ചെയ്യുന്ന പോലെ ശ്ലോകം ചൊല്ലുക, വെറുതെ എന്തെങ്കിലും കാണിക്കുക, അങ്ങോട്ട് തീർത്തു പോവുക എന്ന രീതിയിലേക്ക് കഴിച്ചു കൂട്ടുക എന്നൊരു വാക്കുണ്ട്. ഈ കഴിച്ചു കൂട്ടലിലേക്ക് അവിടെയാണ് വഴിപാട് എന്ന് പറയുന്നതിൻ്റെ മറ്റേ ഒരർത്ഥം വരുന്നത്. വഴിപാട് കൂത്ത് എന്ന് പറയുന്നത് വഴിപാടാവുന്നതിൻ്റെ ഒരു സൂചന കൂടി വരുന്നത്. അങ്ങനെ അത് കുറേ കാലം തുടരുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ആധുനികമായ കൂടിയാട്ടത്തിൻ്റെയും നങ്ങ്യാർ കൂത്തിൻ്റെയും കഥയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. അതിലൊരു പക്ഷേ ആദ്യം പറയേണ്ട പേര് പൈങ്കുളം രാമചാക്യാരുടേതാണ്. പൈങ്കുളം രാമചാക്യാരെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യം, അദ്ദേഹമാണ് കൂടിയാട്ടത്തെ ക്ഷേത്രത്തിൻ്റെ അങ്കണങ്ങളിൽ നിന്ന്, കൂത്തമ്പലങ്ങളിൽ നിന്ന് പുറത്തേക്ക് ആനയിച്ചത് എന്നും അത് പൊതുജനങ്ങൾക്ക് ജാതി മത ഭേദമന്യേ ദേശഭേദമന്യേ ആർക്കും ആസ്വദിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആളാണ് രാമചാക്യാർ എന്നും കലാമണ്ഡലത്തിൽ ആർക്കും പഠിക്കാവുന്ന രീതിയിൽ കൂടിയാട്ടം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് രാമചാക്യാരാണ് എന്നതും ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല പൈങ്കുളം രാമചാക്യാരുടെ സംഭാവനകൾ. അദ്ദേഹം അസാധ്യമായ ഒരു കലാകാരനായിരുന്നു. ഒരു ചെറിയ കുട്ടികളോട് ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, കിളിമംഗലം വാസു നമ്പൂതിരിപ്പാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ മരക്കഷ്ണോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഒരു കൊതുമ്പോറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മുറുക്കാനുള്ള പേനാക്കത്തി വെച്ചിട്ട് ആരും കാണാതെ ഇങ്ങനെ കുരുപ്പിടിപ്പിക്കുന്ന കാണുന്നുണ്ടാവും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മുഖമായിട്ടുണ്ടാവും. ആ മുഖം ഒരു കുട്ടിക്ക് ഒരു സമ്മാനമായിട്ട് കളിപ്പാട്ടായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് സാമഗ്രി കിട്ടുകയാണെങ്കിലും അത് കൈകൾ വെച്ചിട്ട് നല്ല കൈമടക്കമുണ്ട് എന്നാണ് മറ്റേ സൂപ്രണ്ടിൻ്റെ പ്രയോഗം. അത് വെച്ച് ഒരു ഉപകരണമാക്കിയിട്ടോ ഒരു കളിപ്പാട്ടമാക്കിയിട്ടോ ഒരു രൂപമാക്കിയിട്ടോ മാറ്റാനുള്ള അസാധ്യമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹമാണ് സ്ത്രീ കഥാപാത്രങ്ങളുടെ നങ്ങ്യാർമാരുടെ ആഹാര്യം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ രീതിയിൽ പരിഷ്കരിച്ചിരുന്നു. മുൻപ് കേവലം ഒരു തൊപ്പി പോലെ കോണുള്ളൊരു തൊപ്പിയായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഈ കിരീടം പോലെ ആക്കുകയും അതിൻ്റെ മുകളിൽ കൃത്യമായ ഒരു നാഗരൂപം സ്ഥാപിക്കുകയും നങ്ങ്യാരുടെ ആഹാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായി സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തത് പിന്നീട് അത് കുറേ കൂടി തുടർന്നു കൊണ്ടുണ്ട്. പക്ഷേ ഈ നങ്ങ്യാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ആഹാര്യത്തിൻ്റെ പരിഷ്കരണം 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയത് പൈങ്കുളം രാമചാക്യാരാണ്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ഗൗരവമായി ശ്രമിച്ചൊരു കാര്യം, നഷ്ടപ്പെട്ടു പോയ, ലോപിച്ചു പോയ, ഇല്ലാതെയായി തീർന്ന സ്ത്രീ കഥാപാത്രങ്ങളെ വീണ്ടും അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അന്നുള്ള പ്രായമായ വയസ്സായ നങ്ങ്യാന്മാരുടെ അടുത്ത് പോയിരുന്ന് അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഓർമ്മയിൽ നിന്നും ഈ കഥാപാത്രങ്ങളെ പുനഃസൃഷ്ടിക്കുവാൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത ആലോചിക്കേണ്ടതുണ്ട്. ചാക്യാർ സമുദായവും നങ്ങ്യാർ സമുദായവും അടിസ്ഥാനപരമായി ബന്ധമുള്ളവരല്ല. ചാക്യാർ സമുദായത്തിലെ സ്ത്രീകൾ ഇല്ലോടമ്മമാരാണെങ്കിൽ നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകളാണ് നങ്ങ്യാന്മാർ. ചാക്യാന്മാരുടെ കയ്യിലുള്ള ആട്ടപ്രകാരങ്ങളും ക്രമദീപികകളും പ്രധാനമായും ചാക്യാന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായതുകൊണ്ട് പുരുഷ കഥാപാത്രങ്ങളുടെ ആട്ടപ്രകാരങ്ങളും ക്രമദീപികകളുമാണ് പ്രധാനമായും അവരുടെ കയ്യിലുണ്ടാകാറുള്ളത്.
ഒരു നാടകത്തിൻ്റെ ആട്ടപ്രകാരം എന്നുള്ളത് അമ്മന്നൂരോ അല്ലെങ്കിൽ മാണിയോ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളുടെ ഭാഗങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന ക്രമദീപികയോ ആട്ടപ്രകാരമോ തുലോ ദുർലഭമായിരിക്കും. അതുണ്ടാവുക മിക്കപ്പോഴും ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന നങ്ങ്യാരമ്മമാരുടെ വീടുകളിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചാക്യാന്മാർക്ക് പലപ്പോഴും അത് കിട്ടിയിരുന്നില്ല, അത് അവരുടെ കയ്യിലാണ്. അപ്പോൾ അവരെ സമീപിച്ചുകൊണ്ട് ആ ആട്ടപ്രകാരങ്ങളും ക്രമദീപികകളും കണ്ടെടുക്കുകയും അതുപയോഗിച്ചുകൊണ്ട് വീണ്ടും സ്ത്രീ കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഗൗരവമായ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് പൈങ്കുള ചാമച്ചാക്യാർ. അതിൽ തന്നെയാണ് ഇപ്പോൾ ഭഗവതജുഗീയം പോലെ ഒരു നാടകം ചിട്ടപ്പെടുത്തിയെടുത്തപ്പോൾ അതിൽ വളരെ ഗൗരവമായ 2 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രധാനമായ ഭാഗം നൽകുകയും അവർക്ക് അവതരണത്തിൻ്റെതായ രീതിശാസ്ത്രം ഉണ്ടാക്കുകയും സുഭദ്രയ്ക്കൊരു നിർവഹണം നിർമ്മിച്ചെടുക്കുകയും ധനഞ്ജയത്തിന് സുഭദ്രയ്ക്കൊരു നിർവഹണം രചിച്ചുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് പൈങ്കുള ചാമച്ചാക്യാരാണ്. അവിടെ നിന്ന് ഒരർത്ഥത്തിൽ ആധുനികതയുടെ പരിഷ്കാരത്തിൻ്റെ ഒരർത്ഥത്തിൽ വീണ്ടെടുപ്പിൻ്റെ ഒരു കാലം തുടങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, പൈങ്കുള രാമച്ചാക്യാരുടെ സതീർത്ഥ്യനായിരുന്ന പാണിവാദതിലകൻ നമ്പ്യാർ, നാരായണൻ നമ്പ്യാർ, അദ്ദേഹം അതായത് മാണിമാധവ ചാക്യാരുടെ പുത്രനായിട്ടുള്ള നാരായണൻ നമ്പ്യാർ ഈ ശ്രീകൃഷ്ണ ചരിതം എന്നതിൻ്റെ ആട്ടപ്രകാരം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെ ഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെടുത്ത് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് മാർഗിയിൽ നിന്നും ആണ് അമ്മന്നൂർ മാധവ ചാക്യാർക്ക് ശ്രീകൃഷ്ണ ചരിതത്തിൻ്റെ ആട്ടപ്രകാരം കിട്ടുകയും അദ്ദേഹം അത് വളരെ സൂക്ഷ്മമായി പഠിക്കുകയും കുറെ കൂടി വിപുലീകരിക്കുകയും അഭിനയ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ഒരാട്ടപ്രകാരം അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. ഇതിന് സമാന്തരമായി പൈങ്കുളം രാമച്ചാക്യാരുടെ ശിഷ്യയായ മാർഗി സതി ശ്രീരാമചരിതം എന്ന് പറയുന്ന, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രീരാമചരിതം ആട്ടപ്രകാരം ഒന്ന് നിർമ്മിച്ചു. ശ്രീകൃഷ്ണ ചരിതത്തിന് സമാനമായ രീതിയിൽ, സമാന്തരമായ രീതിയിൽ ശ്രീരാമൻ്റെ കഥകൾ പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവതരണം എന്ന രീതിയിൽ ശ്രീരാമചരിതത്തിൻ്റെ ഒരാട്ടപ്രകാരം നിർമ്മിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശ്രീകൃഷ്ണ ചരിതത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു നങ്ങ്യാർകൂത്തിനെ അല്ലെങ്കിൽ കൂടിയാട്ടത്തിനകത്തെ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളുടെ നിർവഹണങ്ങളും കഥാപാത്രങ്ങളെയും പുനഃസൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ചരിതം മാത്രമല്ലാത്ത മറ്റൊരു കഥയിലേക്ക് കൂടി നങ്ങ്യാർകൂത്തിനെ വ്യാപിപ്പിക്കുന്ന, മാറ്റിയെടുക്കുന്ന, അതിലേക്ക് കൂടി സംക്രമിപ്പിക്കുന്ന ഒരു ചുവട് അവിടെ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വേരുകളിൽ നിന്ന് ഉയർന്നു വരുന്ന, വളരുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാം. ഇനിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുന്ന ഉഷയുടെ കഥയിലേക്ക് വരേണ്ടി വരിക. നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത്. ഉഷയെ നമുക്ക് നല്ല പരിചയമുണ്ട്. ഉഷ നമ്പ്യാർ, ഉഷ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഏതാണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാവുന്നതാണ്. അവതരണങ്ങൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു വിലയില്ലായ്മ പലപ്പോഴും നമുക്കുണ്ട് എന്നതാണ് വാസ്തവം. ഒരു കാര്യം നിസ്സംശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ലോക ഉത്തരമായിട്ടുള്ള അഭിനേത്രികളിൽ ഒരാളാണ് ഉഷ നമ്പ്യാർ. അവർ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നിസ്സംശയമായിട്ട് പറയാം, ശരിക്ക് സാംസ്കാരികമായിട്ടുള്ള അവതരണപരമായിട്ടുള്ള ഒരു ആർക്കിയോളജിയാണ്. ഉത്ഖനനം നടത്തി പഴയത് കണ്ടെത്തി അതിൽ നിന്നും പുതിയതുണ്ടാക്കുന്ന വളരെ കൃത്യമായൊരു ആർക്കിയോളജി. എന്താ ആർക്കിയോളജിയുടെ മലയാളം പറയാം? പുരാവസ്തു ഗവേഷണം. പക്ഷേ പുരാവസ്തു ഗവേഷണത്തിലേക്ക് ഒതുങ്ങിയില്ല ഉഷയുടെ പ്രവൃത്തി. ആ പുരാവസ്തു ഗവേഷണത്തിൽ നിന്നും ആരംഭിച്ച് പുരാവസ്തുക്കളെ കണ്ടെടുത്തുകൊണ്ട് അതിൻ്റെ ഊർജം സംഭരിച്ചുകൊണ്ട് കൂടിയാട്ടത്തിന് അല്ലെങ്കിൽ കൂടിയാട്ടത്തിനും നങ്ങ്യാർകൂത്തിനും
വളരെ പുതിയ ഒരു ജീവൻ, സമകാലീനമായൊരു ജീവൻ നൽകാൻ ഉഷയ്ക്ക് കഴിഞ്ഞു. അതിന് അവർക്ക് സർവതോന്മുഖമായ പിന്തുണ കൊടുത്തത് അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന അവരുടെ ഗുരുനാഥനായിരുന്നു എന്ന് പറയേണ്ടി വരും. ആ കഥ വളരെ കൃത്യമായിട്ട് തന്നെ ഉഷ അഭിനേത്രി എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു അപേക്ഷയുണ്ട് അത് വായിക്കാം. കാരണം എന്താ വെച്ചാൽ അതൊരു ചരിത്രമാണ്, ഒരു അസാധ്യമായൊരു ചരിത്രമാണ്. ഉഷ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബിരുദധാരിണിയാണ്. രേണുകയുടെ ക്ലാസ്മേറ്റാണ്. അവരൊരുമിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ രേണുകയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു ശാസ്ത്രീയ യുക്തി വരുന്ന ഒരു സംഗതിയുണ്ട്. മാത്തമാറ്റിക്സും സയൻസും പഠിച്ചാൽ, ഇംഗ്ലീഷ് സാഹിത്യവും മലയാള സാഹിത്യവും സംസ്കൃതവും പഠിച്ചാൽ വരാൻ നിർബന്ധമാണ് എന്നല്ലാത്ത രീതിയിലുള്ള ഒരു യുക്തിസഹമായ ചിന്തയുടെ സാധ്യത അതിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരു ലോജിക്കൽ തിങ്കിങ്, ഒരു റീസൺ വെച്ചിട്ടുള്ള തിങ്കിങ്, കാര്യകാരണ സഹിതം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം, ഇത്തരം ഒരു കാര്യം, സമീപനം ഉഷയുടെ പ്രവൃത്തിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉഷയുടെ ഒരു 16 മണിക്കൂർ ദീർഘമുള്ളൊരു വലിയൊരു അഭിമുഖം ഉണ്ടായിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ 3-4 കൊല്ലം കഴിഞ്ഞു അഭിമുഖം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആദ്യം വീണ്ടും ചെയ്യേണ്ടി വരും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അഭിനേത്രിയിൽ നിന്നും ഉഷ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മാധവ ചാക്യാരുടെ വശത്ത് നിന്ന് കൂട്ടുവേഷമായി അനവധി സ്ത്രീ കഥാപാത്രങ്ങൾ അനവധി വർഷക്കാലത്തോളം വടക്കുന്നാഥൻ കൂത്തമ്പലത്തിലും ഇരിങ്ങാലക്കുട കൂത്തമ്പലങ്ങളിലും മറ്റ് ഇടങ്ങളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാധവ ചാക്യാരുടെ അസാമാന്യമായ അഭിനയ ചാതുരി ഇവിടെ വശത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാവണനും അദ്ദേഹത്തിൻ്റെ ബാലിയും അദ്ദേഹത്തിൻ്റെ മറ്റനേകം വേഷങ്ങളും കാണുമ്പോൾ ഉഷയ്ക്ക് അസൂയ വന്നിരുന്നു അത്രേ. കാരണം ഇത്തരം ഒരു വേഷം കെട്ടാൻ എനിക്ക് എന്ന അവസരം കിട്ടും, ഇത്തരം അഭിനയ സാധ്യതകളുള്ള ഒരു വേഷം കെട്ടാൻ, ഒരു ഭീമനായി, ഒരു ഹനുമാനായി, ഒരു രാവണനായി ഒരു വേഷം കെട്ടാൻ എനിക്ക് സാധ്യമാണോ എന്ന ചോദ്യം. അത് സാധ്യമല്ല എന്ന അറിവ് വരുന്നതോടുകൂടി എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഇത്തരമുള്ള അഭിനയ സാധ്യതകൾ കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന ചോദ്യമായി പിന്നീട് ഉഷയുടെ പ്രധാനപ്പെട്ട ദൗത്യം. ആ സമയത്ത് ചാക്യാർ മഠത്തിൽ, അമ്മന്നൂർ ചാക്യാർ മഠത്തിൽ താമസിച്ചുകൊണ്ട് ഔദ്യോഗിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കൂടിയാട്ടം തന്നെ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന കാലത്ത് അവിടെയുള്ള ആട്ടപ്രകാരങ്ങളിലൂടെ നോക്കി വരുന്ന സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണം എന്ന് പറയുന്നത് തുടങ്ങുന്നത്. അതിലൊന്ന് മണ്ഡോദരിയുടെ നിർവഹണത്തെക്കുറിച്ചാണ്. മണ്ഡോദരിയുടെ ആ ആട്ടപ്രകാരത്തിൽ ഇതിൽ മണ്ഡോദരി അരങ്ങത്ത് വരേണ്ടതില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആട്ടപ്രകാരത്തിൽ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റേ ഉഷ കുറേ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി ആശാനെടുത്ത് എന്നിട്ട് ചോദിച്ചു, ഇതിൽ മണ്ഡോദരി അരങ്ങത്ത് വരേണ്ടതില്ല എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അതെ. അപ്പം അർത്ഥം ഇതതിനു മുൻപ് വന്നിരുന്നു എന്നോ മറ്റ് കൂടിയാട്ടങ്ങളിൽ വന്നിരുന്നു എന്നോ വരാമെന്നോ അല്ലേ ഇതിൻ്റെ സൂചന എന്ന് ചോദിച്ചു. അപ്പോൾ മാധവ ചാക്യാർ ഇത് എവിടെന്നാ കൊണ്ടുവന്നേക്കണേ, ഇത് എവിടെന്നാ ഈ കുത്തിപ്പൊക്കി കൊണ്ടുവന്നേക്കണേ, അല്ല അത് ഇവിടെയുള്ള ആട്ടപ്രകാരം തന്നെയാണ്. അവിടെ ചോദ്യം നോക്കാം, പൊക്കോളൂ നോക്കാം. അപ്പോൾ ഉഷയ്ക്കറിയാം, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിത്തിട്ട് കൊടുത്താൽ മതി, അത് പിന്നീട് അത് വളർന്നോളും. അദ്ദേഹം സൂക്ഷ്മമായി അത് വായിക്കുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉഷ പോയിട്ട് ചോദിച്ചു, മണ്ഡോദരിയുടെ വേഷം ഇതിൽ മണ്ഡോദരി അവതരിപ്പിക്കേണ്ടതില്ല, വരേണ്ടതില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂല്ലോ, പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം. അത് ഏതോ നിലയ്ക്ക് അമ്മന്നൂർ മാധവ ചാക്യാരെ അതികഠിനമായി സ്വാധീനിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം
തൊട്ടു പിന്നാലെ അദ്ദേഹം മണ്ഡോദരിയുടെ ആട്ടപ്രകാരങ്ങൾ പല ദിക്കിൽ നിന്നും ശേഖരിക്കുകയും തൊട്ടു പിന്നാലെയുള്ള വർഷം മണ്ഡോദരിയുടെ നിർവഹണം ഉഷയെ കൊണ്ട് ഇരിങ്ങാലക്കുട കൂത്തമ്പലത്തിൽ വെച്ച് ചെയ്യിക്കുകയും ചെയ്തു. ഇവിടെ തുടങ്ങുന്നു ഈ വീണ്ടെടുപ്പിൻ്റെ കഥ. ഉഷ ആദ്യമായി നഷ്ടപ്പെട്ടു പോയ നങ്ങ്യാർകൂത്തിലേക്കല്ല പോയിരിക്കുന്നത്, ആലോചിക്കണം, കൂടിയാട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്ത്രീ കഥാപാത്രങ്ങളുടെ വീണ്ടെടുപ്പിലേക്കാണ് പ്രധാനമായും പോയിരിക്കുന്നത്. അങ്ങനെ മണ്ഡോദരിയുടെ, പർണശാലാംഗത്തിലെ സീതയുടെ, പിന്നെ അശോകവനികാന്തത്തിലെ മണ്ഡോദരിയുടെ, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ തപ്പിയെടുത്ത് മുന്നത്തെ ആട്ടപ്രകാരങ്ങളിൽ ഉള്ളവയും ഇന്ന് അരങ്ങത്ത് പ്രചാരമില്ലാത്തവയുമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് അവയെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ഉടനീളം ഉഷയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴും വലിയൊരു തടസ്സമായി നിന്നിരുന്നത് പഞ്ചകന്യകകളുടെ വിഷയമാണ്. ഈ പഞ്ചകന്യകകൾ അരങ്ങത്ത് അവതരിപ്പിക്കപ്പെടാറില്ല, അത് അവതരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന അതിൽ ഈ മണ്ഡോദരി ഉള്ള സ്ഥിതിക്ക് ഈ പഞ്ചകന്യകകളെ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതും സീതയുടെ നിർവഹണം പർണശാലാംഗത്തിൽ ഉള്ളത് അവതരിപ്പിക്കാതെ ആയതും ഏതോ ഒരു കാലത്ത് ഉണ്ടായ ഒരു മിഥ്യാബോധം മാത്രമല്ലേ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉഷ ചോദിച്ചത്. ഇതോടൊപ്പം തന്നെ ധനഞ്ജയത്തിൽ സുഭദ്രയുടെ എന്താ പറയുക നിർവഹണത്തോടൊപ്പം പ്രധാനപ്പെട്ടൊരു കഥാപാത്രം എന്നുള്ളത് കാത്യായനി എന്നുള്ള ദേവിയുടെ, ആ ദേവിക്കും വ്യക്തമായ ഒരു നിർവഹണം പിന്നീട് ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നില്ല, എൻ്റെ ഉദാഹരണങ്ങൾ പറയുകയാണ് ചെയ്യും. പക്ഷേ ഈ ശ്രമങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് വളരെ സവിശേഷമായ ഒരു കാഴ്ചയാണ്. ഒന്ന്, സംസ്കൃത നാടകത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക സാംസ്കാരികമായ ഊന്നൽ എന്നത് അവ നാടകം എന്നുള്ള നിലയ്ക്കും പ്രഹസനം എന്നുള്ള നിലയ്ക്കും ദശരൂപകങ്ങളിലെ ഏതൊരു രൂപകം എടുത്താലും അവയിലൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് അധിക പങ്കും പുരുഷന്മാരാണ് എന്നും സ്ത്രീകൾ അവരിൽ പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ അധിക പങ്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നതും ഒരു പ്രധാന ഭാരമായി മാറുകയും അതോടൊപ്പം സമൂഹത്തിൻ്റെയും അവതരണത്തിൻ്റെയും സംസ്കാരത്തിൽ തന്നെ സ്ത്രീകളെ ഏതെല്ലാം രീതികളിൽ പിന്നിലേക്കാക്കാൻ കഴിയുമോ ആ ആക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായാണ് ഇന്നിത് വന്നിരിക്കുന്നത് എന്നും അതിനെതിരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ സമരം എന്ന് വിളിക്കാം. പക്ഷേ സമരം എന്ന് വിളിച്ചാൽ അതിന് അർത്ഥം മാറിപ്പോകുന്നതുകൊണ്ട് ഞാനതിനെ വിളിക്കുന്നില്ല. ഒരു ശ്രമമാണ് ഉടനീളം ഉഷ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ചെയ്തു വരുമ്പോഴും ചില കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായ ശ്രദ്ധ ഉഷയ്ക്കുണ്ടായിരുന്നു. കാരണം പാരമ്പര്യം എന്നത് കാലങ്ങളിലൂടെ സംഭരിച്ചു വന്നിട്ടുള്ള രീതികളും ചിട്ടകളും വ്യവസ്ഥകളും എന്ന് പറയുന്നത് പൂർണ്ണമായി നിരാകരിക്കേണ്ടവയല്ല എന്നും അവയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുമുള്ള വ്യക്തമായ ധാരണയും ഉഷയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണചരിതം എന്നത് സുഭദ്രാ ധനഞ്ജയത്തിലെ കൽപ്പലതികയുടെ നിർവഹണമാണ് എന്ന പോലെ മറ്റുള്ള നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ നിർവഹണം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു പ്രഥമമായ ലക്ഷ്യം ഉടനീളം ഉഷയ്ക്കുണ്ടായിരുന്നത്. അന്നും പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ലാത്തൊരു കഥയെടുത്തൂടെ? അങ്ങനെ ഒരു കഥയെടുക്കുമ്പോൾ അത് നിർവഹണമല്ലാതെയായി മാറും. കാരണം അതിൻ്റെ പിന്നാലെ ഒരു നാടകമില്ല, അതൊരു തരം പൊക്കിൽ കൂടി ബന്ധമാണ്, നാഭീനാള ബന്ധമാണ്. ആ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് എന്ത് കൃതിയും ഏത് കവിതയും എടുത്ത് അവതരിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന് ഉഷ ആദ്യം നിർബന്ധപൂർവം തന്നെ ശഠിച്ചിരുന്നു. അതിന് കാരണം പാരമ്പര്യം എന്ന് പറയുന്നതിനെ നിങ്ങൾ വിമർശനാത്മകമായി കാണുമ്പോൾ തന്നെ ആ വിമർശനാത്മകതയിൽ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്ത് എന്താണ് എന്നതും
ആ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ശക്തി എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത്തരമൊരു വിമർശനം എന്ന് പറയുന്ന വളരെ യുക്തിസഹമായ റാഷണൽ തിങ്കിങ് എന്ന് പറയില്ലേ, യുക്തിസഹമായ ഒരു സമീപനം ഉഷയുടെ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവർ കേവലം ഒരു അഭിനേത്രി മാത്രമല്ല, ഇവരൊരു സ്കോളറാണ്, ഇവർ ഒരു വിമർശകയാണ്, ഇവർ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ഒരു ഭൂതലത്തിൽ വലിയ ഒരു മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. അത് വേണ്ട പോലെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരുപക്ഷെ അത് കൂടിയാട്ടമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ടായിരിക്കാം. മറ്റൊരു ലോകത്തായിരുന്നു, മറ്റൊരു രാജ്യത്തായിരുന്നു, മറ്റൊരു കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഉഷയുടെ ഖ്യാതിയും ഉഷയുടെ പ്രസിദ്ധിയും എന്ന നിസ്സംശയം പറയാൻ കഴിയും. ഇത്തരത്തിലുള്ളൊരു വികാസത്തിൽ ഉഷ പ്രധാനമായും ഈ തരത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മുന്നേറ്റത്തിന് യഥാർത്ഥത്തിൽ ഉഷയ്ക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ വ്യക്തിപരമായ ഒരു സാഹചര്യം കൂടി അതിനകത്തുണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ പറയുക ഈ ശാപം അനുഗ്രഹമായിട്ട് മാറുക എന്ന് പറയുന്നത്. മാത്രമല്ല, എനിക്ക് ഇതിൻ്റെ കൂടിയാട്ടത്തിൻ്റെ അല്ലെങ്കിൽ നങ്ങ്യാർകൂത്തിൻ്റെ ആരംഭവുമായി തന്നെ ഇതിനെന്തോ ഒരു ബന്ധമുണ്ടോ എന്ന സംശയം വരെ തോന്നിപ്പോകും. ഉഷ വിവാഹം ചെയ്തത് ഹരിഹരനെയാണ്. അത് ജാതിഭേദമുള്ളത് കൊണ്ട് അതോടെ കൂത്തമ്പലങ്ങളിൽ നങ്ങ്യാർകൂത്തോ നങ്ങ്യാർ വേഷം കെട്ടാനോ ഉള്ള അനുവാദം ഉഷയ്ക്ക് നിഷേധിക്കപ്പെട്ടു. ഉഷ മറ്റൊരു രീതിയിൽ കൂത്തമ്പലങ്ങളിൽ നിന്നും ഭ്രഷ്ടയാക്കപ്പെട്ടു. ആ ഭ്രഷ്ടായതിൻ്റെ ഫലമായി മറ്റ് വേദികളിൽ, ഇതര സ്ഥലങ്ങളിൽ മറ്റവതരണങ്ങൾ നടത്തുന്ന ആ സദസ്സുകളിൽ ആസ്വാദകർക്ക് മുന്നിൽ ഈ കൂടിയാട്ടം അല്ലെങ്കിൽ നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ടായി വന്നപ്പോൾ തീർച്ചയായും ഉഷയുടെ നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത് കൂത്തമ്പലത്തിൻ്റെയോ കൂടിയാട്ട ആസ്വാദക സമൂഹത്തിൻ്റെയോ മുന്നിൽ നിൽക്കുന്ന ഒരു അവതരണം, ഒരു പ്രവൃത്തി എന്നതിനേക്കാൾ കൂടുതൽ വളരെ വിപുലമായ ഒരു തിയേറ്റർ ഓഡിയൻസിൻ്റെ, ഒരു നാടക ഓഡിയൻസിൻ്റെ, ഒരു അവതരണ ഓഡിയൻസിൻ്റെ മുൻപിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം സ്വാഭാവികമായും സ്വന്തം കലയെക്കുറിച്ച് പുനർചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയായി ഉഷയ്ക്ക് മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വലിയ മാറ്റങ്ങളുടെ മറ്റൊരു രീതി തുടങ്ങുന്നത്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കഥ പറഞ്ഞോട്ടെ. നമുക്കിങ്ങനെ പ്രഭാഷണം ഒന്നുമില്ലല്ലോ, കഥ പറയില്ലേ നല്ലത്. മാധവ ചാക്യാരുടെ കീഴിൽ അഭ്യസിക്കുന്ന സമയത്ത് അപ്പോൾ ഈ മാധവ ചാക്യാർ വളരെ യാഥാസ്ഥിതികനാണ്, പാരമ്പര്യവാദിയാണ്. അതിൽ നിന്നും വിട്ടൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. എല്ലാവരും പറയുന്ന കാര്യം. ഇന്നലെ പൈങ്കുളം രാമച്ചാക്യാർ കൂടിയാട്ടം പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല ചാച്ചു ചാക്യാർക്ക്. പൈങ്കുളം രാമച്ചാക്യാരുടെ ഗുരുനാഥനും മാധവ ചാക്യാരുടെ മാതുലനുമായ ചാച്ചു ചാക്യാർക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്. താൻ അത് ചെയ്യണമെങ്കിൽ ചെയ്തോളും, ഞാൻ ഇതോടെ ഇനി അരങ്ങത്ത് വരുന്നത് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചാച്ചു ചാക്യാർ അവസാനിപ്പിക്കുകയും മാധവ ചാക്യാർ അതിൽ അതൃപ്തികൾ ഉണ്ടാവുകയും, പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെയധികം ലഭിച്ചത് മാധവ ചാക്യാർക്കാണ് എന്ന് പറയുന്ന വാസ്തവം നിലനിൽക്കുന്നു. പക്ഷേ ഉഷയുടെ ഈ പഠനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മാധവ ചാക്യാർ ഉഷയ്ക്ക് എല്ലാ പുരുഷ കഥാപാത്രങ്ങളെയും അഭിനയം പഠിപ്പിച്ച് തുടങ്ങി. രാവണൻ്റെ, ബാലിയുടെ, രാമൻ്റെ. സാധാരണ പതിവില്ല. കാരണം നങ്ങ്യാർ കുടുംബങ്ങളിൽ അവരുടെ വല്യമ്മമാരിൽ നിന്നോ അമ്മമാരിൽ നിന്നോ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഉഷ ചാക്യാർ മഠത്തിൽ പോയി മാധവ ചാക്യാരുടെ അടുത്ത് പഠിക്കുന്നത്. അവിടെയും നങ്ങ്യാർമാരുടെ വേഷങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ പഠിപ്പിക്കുക കഴിഞ്ഞതിന് ശേഷം പുരുഷ കഥാപാത്രങ്ങളെയാണ് പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരൊറ്റ വാക്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്നെങ്കിലും നിനക്ക് ഉപകാരമാവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ദീർഘദൃഷ്ടിയോടെ ചെയ്ത ഒരു കാര്യമാണ്.
പിന്നീട് ഇത് ഉപയോഗം വരും എന്ന അറിവോടുകൂടി തന്നെ. അതോടുകൂടി അതിനുശേഷം അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു ചുട്ടിക്കാരനെ വിളിച്ച്, ഒരു പതിവുള്ള ചുട്ടിക്കാരനെ വിളിച്ച് ഉഷയ്ക്കൊന്ന് ചുട്ടി വെപ്പിക്കാനായിട്ട് വിളിപ്പിച്ചു. അങ്ങനെ ഉഷയ്ക്ക് ചുട്ടി വെച്ചു, പുരുഷവേദത്തിൻ്റെ ചുട്ടി. അപ്പോൾ അന്ന് മാധവച്ചാക്യാരുടെ ജ്യേഷ്ഠൻ അവിടെയുണ്ട്. അദ്ദേഹമാണെങ്കിൽ വളരെ അധാസ്ഥിതികനാണ്, ചിട്ടയിൽ നിന്നും വിട്ട് ഒന്നിനും തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു. അല്ല, ഒന്ന് കാണാൻ വേണ്ടി, ആ മുഖത്തത് ചേരുമോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ആ ചുട്ടി വെച്ചത്, വർഷങ്ങൾക്ക് മുമ്പ് ആ ചുട്ടി വെപ്പിച്ചത്, പൂർത്തീകരിച്ചത്, സഫലീകരിച്ചത് ധനഞ്ജയത്തിലെ കാത്യായനിയുടെ വേഷം ചെയ്തപ്പോഴാണ് എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ഏതൊക്കെയോ തരത്തിൽ ചരിത്രം ഇതിനകത്ത്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഇതിനകത്ത്, ഒരാളുടെ മാത്രമല്ല പലരുടെയും ചിന്ത കൂടിക്കുഴഞ്ഞു വരുന്ന ഒരു ചരിത്ര മുഹൂർത്തം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനിത് പറയാൻ കാര്യം, ഉഷയുടെ പ്രധാനപ്പെട്ട ഈ ഒരു മുന്നേറ്റത്തിന് ശേഷം അനവധി, ഇപ്പോൾ കലാമണ്ഡലത്തിലും അതിനുശേഷം അമനൂര് ഗുരുകുലത്തിലും മാർഗിയിലും ഒക്കെ ധാരാളം പെൺകുട്ടികൾ ഈ നങ്ങ്യാർകൂത്ത് പ്രധാനമായും ശ്രീകൃഷ്ണചരിതം തന്നെ ചൊല്ലിയാടി പഠിച്ച് വരികയും, ഈ ദശമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു. അത് വർഷങ്ങൾക്ക് മുൻപ് അത് നിന്നു പോയതാണ് ചുടലക്കൂത്ത് എന്ന് പറയുന്നത്. പിന്നീട് അത് പുനരുദ്ധരിക്കുകയും അത് വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അപർണ നമ്പ്യാരാണ്. 2014 നടുവം സഞ്ചയനത്തിലും വളരെ അടുത്ത കൈമുക്ക് മറ്റേ അദ്ദേഹത്തിൻ്റെ ഇതിലും 2021 തോന്നുന്നു 3 ദിവസത്തെ ദശമം അവതരണം ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ കാണേണ്ടത് ഒരർത്ഥത്തിലുള്ള ഒരു വീണ്ടെടുപ്പാണ്. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അപ്രത്യക്ഷമായ ഒന്നിനെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായത് തന്നെ വീണ്ടെടുത്തുകൊണ്ട് കൂത്തമ്പലത്തിലാണ് അത് ചെയ്യലുമുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഉഷയുടെ പിൻഗാമികളായി, അല്ലെങ്കിൽ ഇപ്പോൾ മാർഗി സതി മുൻഗാമിയാണ് എന്ന് പറയാം, അതേപോലെ തന്നെ ശൈലജയും മറ്റും കലാമണ്ഡലത്തിലുള്ളവരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു നിര സ്ത്രീ അഭിനേത്രികൾ നങ്ങ്യാർ കൂത്തിൻ്റെ കൂടിയാട്ടത്തിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ വൈപുല്യം വികസിപ്പിക്കുകയും പല രീതികളിൽ അവർ പുതിയ തരത്തിലുള്ള സാധ്യതകൾക്കുള്ള അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, സംസ്കൃത നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ നിർവഹണം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ റെപ്പർട്ടുവാർ എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും എന്നതുകൊണ്ട് ഇതര സാധ്യതകളുണ്ടോ എന്ന അന്വേഷണം സ്വാഭാവികമായി ഉണ്ടായി വരികയാണ്. പക്ഷേ ആ അന്വേഷണം അതിനകത്ത് വലിയ അപകടങ്ങളും വലിയ സാധ്യതകളും നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. കാരണം ഉഷയുടെ ഒരു നിലപാടുണ്ടായിരുന്നത്, ഈ നിർവഹണം എന്ന നിലയ്ക്ക് സംസ്കൃത നാടകവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർവഹണം എന്ന നിലയ്ക്ക് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് കുറേ വർഷങ്ങളോളം ഉഷ നിർബന്ധം പിടിച്ചിരുന്നു. അതേസമയം തന്നെ മറ്റു പലരും മറ്റു കവിതകളും മറ്റ് സൃഷ്ടികളുമൊക്കെ നങ്ങ്യാർ കൂത്തിൻ്റെ അപ്പോഴേക്കതൊരു സോളോ പെർഫോമൻസായി. നങ്ങ്യാർ കൂത്ത് അതോടെ ഉണ്ടാകുന്നത് കൂടിയാട്ടവുമായിട്ടുള്ള അതിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അത് സ്വതന്ത്രമായൊരു കലാരൂപമാവുകയും ചെയ്യുന്നതിൻ്റെ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ അതിനകത്ത് ചില ദുസ്വാതന്ത്ര്യങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി വരുന്നു. അത് നല്ലതോ ചീത്തയോ എന്നുള്ളൊരു വിധി കൽപ്പിക്കലല്ല ഞാനിവിടെ പറയുന്നത്. സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഈ മറ്റതിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിർവഹണത്തിൽ നിങ്ങൾക്ക് എന്തും അഭിനയിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഒരു നാടകത്തിലെ നാലാമത്തെ അംഗമാണ് അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് പോയിട്ടുള്ള 3 അംഗങ്ങളിലെ കഥാഭാഗമേ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. 5ാം അംഗത്തിലെ കയറി അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിന് മുൻപുള്ളതേ പറ്റുള്ളൂ. അതിന് പിന്നോക്കം പോയിട്ടുള്ള പുരാണ കഥകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഇത്തരം വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ട, കൃത്യമായി അതിർവരമ്പുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, ഒരു ഘടന എന്ന് പറയുന്നത് അതിനുണ്ടാകുമ്പോൾ അതിൽ നിന്നും മാറുന്നതോടുകൂടി ഈ ഘടന നഷ്ടപ്പെടുകയും
അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം നഷ്ടപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഉണ്ടാകുന്ന ചില അലോസരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കെല്ലാം അറിയാമല്ലോ, എപ്പോഴും ഫ്രെയിം, ഏത് കലാരൂപത്തിനും ഒരു ഫ്രെയിം ആവശ്യമാണ്. കവിതയ്ക്കുമാണെങ്കിലും ഒരു ഫ്രെയിം ആവശ്യമാണ്. ഫ്രെയിം ഇല്ലാതെ പോകുന്നതോടുകൂടി അതിൻ്റെ പരപ്പിന് ഒരു പരിധിയില്ലാതെ വരികയും അത് അഴഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വലിയ അപകടം നിൽക്കുന്നുണ്ട്. ഇത് പലരും പല രീതികളിൽ, ഇപ്പോൾ കലാമണ്ഡലത്തിലുള്ള അഭിനേത്രികൾ, ഇരിങ്ങാലക്കുടയിലുള്ളവർ, പിന്നെ മറ്റേ ഇന്ദു മുതലായവരൊക്കെ ഇത്തരത്തിൽ മറ്റു പലതും സ്വീകരിക്കുകയും ചെയ്തു. ഉഷ ആദ്യമായിട്ട് ഇതല്ലാതെ, നിർവഹണം എന്ന രീതിയിലല്ലാതെ, ഒരു കഥാപാത്രത്തിൻ്റെ നിർവഹണം എന്ന രീതിയിലല്ലാതെ ആദ്യമായൊരു അവതരണം ചെയ്യുന്നത് അഹല്യയുടെ വേഷമാണ്, അഹല്യയുടെ കഥാപാത്രമാണ്. അത് മറ്റു ചിലർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ. അതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉഷയ്ക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. കാരണം ഈ ഒരു ടെൻഷൻ തന്നെയാണ്, ഞാൻ വേറിട്ട് പോവുകയാണ് ഇതിൽ നിന്ന് എന്ന് പറയുന്നൊരു ടെൻഷൻ തന്നെയാണ്. പക്ഷേ അതിൽ ഉഷ കണ്ടെത്തിയത്, ഇവിടെയാണ് ഒരു പക്ഷേ ഉഷയുടെ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും നമ്മൾ സ്ഥാനപ്പെടുത്തേണ്ടി വരിക. പലപ്പോഴും നങ്ങ്യാർകൂത്തും കൂടിയാട്ടത്തിൻ്റെ അഭിനയവും പ്രധാനമായും ബാഹ്യമായ അഭിനയത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് വസ്തുക്കളുടെ, പ്രകൃതിയുടെ, ചുറ്റും കാണുന്ന സംഗതികളുടെ, അല്ലെങ്കിൽ സ്വന്തം വികാരങ്ങളുടെ വിവരണത്തിലൂടെ എനിക്ക് ദുഃഖം വരുന്നു കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ കഥകളിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഞാൻ വളരെ സന്തുഷ്ടനാണ്, അതിന് കാരണമെന്ത്, അതിന് കാരണം പറയുന്നു. ഇത് ഒരു നിലയ്ക്ക് അഭിനയം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു അഭിനയം എന്ന നിലയിൽ ആണ് കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ആന്തരികമായ അവസ്ഥകളെ, ആന്തരികമായ അനുഭവങ്ങളെ, ഭാവങ്ങളെ, ആന്തരികമായി നിൽക്കുന്ന സമസ്യകളെ, അതിൻ്റെ സംഘർഷങ്ങളെ പലപ്പോഴും കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കപ്പെടാറില്ല. അതിൻ്റെ ഭാഷ ആ രീതിയിലല്ല എന്നതുകൊണ്ട്. ഇതൊരു കുറ്റമോ കുറവോ ആയിട്ടല്ല പറയുന്നത്. കഥകളിയിൽ അതിലും കുറവാണ്, കൂടിയാട്ടത്തിൽ കുറച്ചും കൂടി സാധ്യതയുണ്ട് എന്ന് വയ്ക്കുക. പക്ഷേ പ്രധാനമായും മുദ്രാഭാഷ ഉപയോഗിച്ച് നിർവഹിക്കേണ്ടുന്നതിനാൽ, വാക്യഘടനയ്ക്കനുസരിച്ച് മുദ്രാഭാഷ നിർവഹിക്കേണ്ടുന്നതിനാൽ, അധിക പങ്കും തനിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ലോകത്തെ വിവരിക്കാനോ വിശദീകരിക്കാനോ, തനിക്കകമേ ഉള്ളത് തന്നെ ഒരു കഥയുടെ രൂപത്തിൽ വിവരണാത്മകമായി പറയുവാൻ അതിനെ മുദ്രയിലാക്കി തീർക്കുകയോ ചെയ്യുകയല്ലാതെ, ഒരു അവസ്ഥയുടെ അവതരണം, അവസ്ഥയുടെ അഭിനയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ കൂടിയാട്ടത്തിൽ വരുന്നുള്ളൂ. ഇതിന് പലരും വേണമെങ്കിൽ എതിർക്കുകയും ചെയ്യും. അല്ല, ഇപ്പോൾ ബാലിയുടെ മരണം എങ്ങനെ അവസ്ഥയായിരുന്നില്ലേ എന്ന് ചോദിക്കാം. അത്തരത്തിലില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വളരെ നുവാൻസ്ഡ് ആയിട്ടുള്ള, വളരെ സൂക്ഷ്മമായ അഭിനയത്തിൻ്റെ വലിയ സാധ്യതകൾ കൂടിയാട്ടത്തിൽ നിൽക്കുമ്പോഴും ആന്തരികമായ ഈ സൂക്ഷ്മത കൊണ്ടുവരാൻ പലതരത്തിലുള്ള പരിമിതികൾ കൂടിയാട്ടത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഉഷയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഈ ഒരു ആന്തരിക അഭിനയത്തിൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ മുൻപോട്ട് ഇന്ന് കൂടിയാട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള, അത് കുറച്ച് മാർഗി മധുവുമുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് ഉഷയാണ് എന്ന് പറയേണ്ടി വരും. അതിലിപ്പോൾ അഹല്യയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, അഹല്യ മോക്ഷം അവതരിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നു KLE രാമചന്ദ്രനാണ് അത് പ്രധാനമായും ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഹല്യ, രാമായണത്തിലെ അഹല്യയുടെ ഭാഗം മുഴുവനും വായിക്കുകയും അതിലെന്താണ് ചെയ്യേണ്ടത് എന്ന രൂപമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത്, ഉഷയുടെ അടുത്തൊക്കെയാണോ അതോ ദൂരെയാണോ? പിന്നീട് ചീത്ത പറയുന്ന സംശയമില്ല. ഉഷ എന്താണ് ചെയ്യേണ്ടത് എന്ന് രൂപമില്ലാതിരുന്ന ഒരു സമയത്ത് തൊട്ട് അടുത്ത അമ്പലത്തിൽ രാമായണ മാസത്തിൽ രാമായണം വായന നടക്കുന്നില്ല. ഉഷാദ കഥ പറഞ്ഞപ്പോൾ വല്ലാണ്ട് ഹൃദയസ്പൃക്കായി തോന്നിയൊരു കാര്യം. അപ്പോൾ ആ വായനയിൽ ഈ അഹല്യയുടെ ഭാഗം എത്തുന്ന സമയത്ത് ഉഷ
അലക്കുകല്ലിൻ്റെ അടുത്തായിരുന്നു അത്ര നിന്നിരുന്നത്. ആലോചിക്കണം, കരിക്കല്ലാണ്, അലക്കുകല്ലാണ്, അലക്കുകല്ലിൻ്റെ അടുത്താണ് നിന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം രാവണൻ വരുന്നതും ഈ ആശ്രമം പോലെയുള്ള ആ ഭാഗം കാണുകയും അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന ആ ഭാഗം കാണുകയും ഇവിടെ എന്തോ വ്യത്യാസമുണ്ടല്ലോ, എന്താണത് എന്ന് ചോദിക്കുകയും അപ്പോൾ വിശ്വാമിത്രൻ ഇത് അഹല്യ കിടക്കുന്ന സ്ഥലമാണ്, ആ കഥ മുഴുവനും പറയുകയും അങ്ങനെ രാമൻ അവിടെ എത്തുകയും എന്നിട്ട് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുകയും അതുവരെ രാമായണത്തിൽ അഹല്യ 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 എന്ന നാമം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ മോക്ഷത്തിന് ശേഷം രാമൻ അവരെ സംബോധന ചെയ്യുന്നത് അഹല്യാദേവി എന്നാണ്. രാമായണത്തിൻ്റെ ഭാഷയിലും ഈ മാറ്റം ഉണ്ടാകുന്നു, അഹല്യാദേവി ആയിട്ട് മാറുന്നു. ഇതിൽ നിന്നാണ് ആ അവതരണത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വിത്ത് വരുന്നത്. ഉഷയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നു, എങ്ങനെയാണ് അഹല്യ അഹല്യാദേവിയായി മാറിയത്? അവിടെ എന്തോ ഒരു പരിണാമ പ്രക്രിയ ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനർത്ഥം ശാപം ലഭിച്ച് കല്ലായി കിടക്കുന്ന കാലത്ത് അഹല്യ വെറും കല്ലായിരുന്നില്ല, ആ കല്ലിനകത്ത് അഹല്യ ഉണ്ടായിരുന്നു എന്നും അവൾ ആ കല്ലിനകത്ത് കിടന്ന് അനുഭവിച്ചിട്ടുള്ള യാതനയും വേദനയിലൂടെയും എന്തോ ഒരു വലിയ ഒരു മാറ്റം അവൾക്ക് സംഭവിക്കുകയും അവൾ ദിവ്യത്വം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് അത് മാറുന്നു. അതോടെ ആ അവതരണത്തിൻ്റെ എന്താ പറയുക, ഫോക്കസ് എന്ന് പറയുന്നത് പൂർണ്ണമായും അഹല്യയുടെ ഈ പരിണാമമാണ്, ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് അഹല്യ. ഇതിനകത്ത് അവിടെയാണ് ഞാൻ ഈ പറയുന്ന അഭിനയത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് വരുന്നത്. അത് ആദ്യത്തെ ഭാഗത്തുമുണ്ട്. ആദ്യം തൊട്ട് 3 ഖണ്ഡങ്ങളായിട്ടാണ് ആ അഹല്യാമോക്ഷം അവതരിപ്പിക്കുന്നത്. ആദ്യം ആശ്രമത്തിൽ ഗൗതമനുമായിട്ടുള്ള ജീവിതം, അതിൽ പാവം ഒരു പെൺകുട്ടി, അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ഈ ബ്രഹ്മചാരിയായിട്ടുള്ള ഈ സന്യാസിക്ക്. അവിടെ ഒരു പെൺകുട്ടിക്ക് മോഹമുള്ള യാതൊന്നും ലഭ്യമല്ലാതെ, എന്നാൽ ഇനി ദാമ്പത്യ സുഖം എന്നുണ്ടെങ്കിൽ അതും ലഭ്യമല്ലാതെ വെറുമൊരു വേലക്കാരിയെ പോലെ അവിടെ ജീവിച്ചു പോകുന്ന, ആഭരണങ്ങളോ സൗന്ദര്യമോ ഒന്നും നോക്കാൻ സാധ്യതയില്ലാതെ ഒരു പെൺകുട്ടിയുടെ മോഹങ്ങളൊക്കെ ഇല്ലാതെയാകുന്ന രീതിയിൽ ജീവിച്ചു വരുന്ന, ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇന്ദ്രനാൽ ചതിക്കപ്പെടുന്ന സാഹചര്യം. അത് കഴിഞ്ഞ് ഈ കല്ല് ആയിട്ട് കിടക്കുന്ന സമയത്ത് അതിനകത്ത് കിടക്കുന്ന അഹല്യയുടെ ഒരവസ്ഥ. അവൾ അതിനകത്തുണ്ട്. അതിനകത്തുണ്ടാവുമ്പോൾ അവൾക്ക് കൈകളും കാലുകളും മുഖവും തലയും മനസ്സും ശരീരവും ഒക്കെ അവൾക്കുണ്ട്. പക്ഷെ അത് അനക്കാൻ, ചലിപ്പിക്കാൻ കഴിയാതെ, ഒരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞാൽ അത് അതിഗംഭീരമായിട്ട് വരുന്ന, ഉടനീളം അവളുടെ കളിക്കൂട്ടുകാരി ആയിട്ടുള്ള ഒരു ചെറിയ മാൻകുട്ടിയുണ്ട്. ആ മാൻകുട്ടിയോടാണ്, മറ്റാരും സംഭാഷണത്തിലില്ലാത്ത കാരണം ആ മാൻകുട്ടിയോടെയാണ് എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുന്നത്. സ്വയം തലമുടിയൊക്കെ ചീകിട്ട് ഞാൻ സുന്ദരിയായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് മാൻകുട്ടിയോടാണ്. ഈ കല്ലായി കഴിഞ്ഞതിന് ശേഷം ഈ മാൻകുട്ടി ഇതിനടുത്തേക്ക് വരുമ്പോൾ ഇവള് വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ മാൻകുട്ടിക്ക് ഇത് അറിയുന്നില്ലല്ലോ, ഇത് കല്ല് മാത്രമായി കാണുന്നു. ആ മാൻകുട്ടി അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്, ആ മാൻകുട്ടി അവിടെ പോകുമ്പോൾ എനിക്ക് ദുഃഖം വന്നു എന്നല്ല ഉഷ അഭിനയിക്കുന്നത്. എനിക്ക് ഇത്രയും കാലം എൻ്റെ സ്നേഹിതനായ എൻ്റെ മാൻകുട്ടിയെ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ഉഷ അഭിനയിക്കുന്നില്ല. ഉഷ അഭിനയിക്കുന്നേ ഇല്ല, ഉഷ അഭിനയിക്കുന്നേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്? മുദ്ര വെച്ച് എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് ഉഷ ഒരിടത്തും പറയുന്നില്ല. പക്ഷേ എന്താണ് ആ അവസ്ഥ എന്ന് നമുക്ക് അനുഭവവേദ്യമാക്കുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. കാണുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ ഒരവസരം ഉണ്ടാക്കുന്നു. ഇതൊരു വലിയ റെവല്യൂഷണറി ചേഞ്ചാണ്
എന്ന് പറയാതെ നിർത്തിയില്ല. വിപ്ലവകരമായിട്ടൊരു മാറ്റമാണ്. അത് പലതിലും നമുക്ക് കാണാൻ പറ്റും, പല കാര്യങ്ങളിലും. അത് ഈ അഹല്യയിൽ തന്നെ വേറൊരു ഉദാഹരണം ഞാൻ ഈ മാൻകുട്ടിയുടെ ഇത് പറയുമ്പോഴാണ്. അതായത് അതൊരിക്കൽ പറഞ്ഞപ്പോൾ ഉഷ അത് മാറ്റി പറഞ്ഞാൽ അതാണ് കേൾക്കുന്നുണ്ടോ സംശയം. കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ചെയ്തു അത് നന്നായി എന്ന് പറഞ്ഞാൽ അടുത്ത അവതരണത്തിൽ അത് മാറ്റും ഉഷ. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളത് കൊണ്ടാണ്. ഭർത്താവിന് പ്രാതലിനുള്ള എല്ലാം നൽകിക്കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഗൗതമൻ സന്യാസത്തിനായി പോകുന്നു, തപസ്സിനായി പോകുന്നു. അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായിട്ട് അവൾ ആശ്രമത്തിൻ്റെ തൊടിയിലേക്ക് ഇറങ്ങി കായ്കനികൾ ശേഖരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂവ് കാണുന്നു. ആ പൂവിൽ കണ്ടപ്പോൾ അതിൽ അവൾ ആകൃഷ്ടയാവുന്നു. ചെറിയ പെൺകുട്ടിയാണ്. സാധാരണ ഒരു പെൺകുട്ടിക്ക് അപ്പോൾ ഉണ്ടാവുന്ന മോഹം അത് പൊട്ടിച്ച് തലയിൽ ചൂടുക എന്നുള്ളതാണ്. അപ്പോഴുണ്ടൊരു വണ്ട് വന്ന് അതിൻ്റെ തേൻ കുടിക്കുന്നു. അതോടെ ഇവളിൽ ചെറിയ ഒരു നാണം ഉണ്ടാവുന്നു. എന്നിട്ട് കൈ നീട്ടുന്നു, അത് പൊട്ടിച്ചെടുത്തുന്നു, തലയിൽ ചൂടുന്നു. ആശ്രമത്തിൽ കണ്ണാടിയൊന്നുമില്ല. സ്വന്തം മുഖം നോക്കിയിട്ട് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വഴിയൊന്നുമില്ല. നേരെ മാൻകുട്ടിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് എന്താണ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുൻപുള്ള രംഗത്തിൽ ഗൗതമൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഭയചകിതയായി പേടിച്ചുകൊണ്ട് ഇത് ഇദ്ദേഹത്തിന് പ്രിയമായോ ഇല്ലയോ എന്ന സംശയത്തോടു കൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന സ്വതന്ത്രയായ ഒരു പെൺകുട്ടി, അവളുടെ മോഹങ്ങൾ സൂചിപ്പിക്കുന്ന, ഒന്നും പറയാതെ ഈ പൂവ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ അതുമായിട്ടുള്ള ബന്ധത്തിലൂടെ സൂചിപ്പിക്കുന്ന അവളുടെ ഒരു അവസ്ഥ, അവിടെയാണ് ശരിക്കും അവളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊട്ടനീളം അവരുടെ എല്ലാ സംഗതികളിലും കാണാം. പിന്നീട് ചിന്താവിഷ്ടയായ സീതയെ അവതരിപ്പിച്ചപ്പോൾ അതും അതേ നാടകമില്ലാത്ത ഒരു കഥാഭാഗമാണ്. ആശാൻ്റെ ചിന്താവിഷ്ടയായ സീതയെയാണ് അവർ അതിന് ഉപയോഗിച്ചത്. അതിൽ ഈ കുശനെയും ലവനെയും കുളിപ്പിക്കുന്ന, എനിക്ക് വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ളൊരു രംഗമാണ്. കുശനെയും ലവനെയും കുളിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. ആ കുളിപ്പിക്കുന്ന സമയത്ത് ഇരട്ടകളാണ്, ഒന്നിനെ തന്നെ വേണ്ട പോലെ നിലനിർത്താൻ പറ്റില്ല ആ പ്രായത്തിൽ. രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ ഇരട്ടിയാൽ മാത്രമല്ല കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുത്തനെ പിടിച്ചു നിർത്തി മറ്റവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൈ വിട്ടിട്ട് ഇവിടെ തല തേക്കാൻ നോക്കുമ്പോൾ മറ്റവൻ ഓടുന്നുണ്ടോ. അപ്പോൾ വേഗം ആ മറ്റേ കുട്ടിയെ പിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത് 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 നമുക്ക് ഇന്ന് വേണമെങ്കിൽ റിയലിസ്റ്റിക് എന്ന് വിളിക്കണമെന്ന് അറിയില്ല എനിക്ക്. പക്ഷേ ഇത് ആ ഒരു സന്ദർഭത്തെ, ആ ഒരു സാഹചര്യത്തെ ശരിക്കും അജ്ജയും മാംസത്തോടും കൂടി നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഒരു സമ്പ്രദായം അതിനകത്ത് വരുന്നുണ്ട്. ഏതായാലും ഇനി അത് കഴിഞ്ഞ് ഇന്നിപ്പോഴുള്ള അവസ്ഥ നോക്കുമ്പോൾ പലതരത്തിലുള്ള അവതരണങ്ങൾ. ഉഷ ഇപ്പോൾ ഈ ചെയ്യുന്നത് ദ്രൗപദിയുടെ അശ്വത്ഥാമാവിൻ്റെ കഥ ദ്രൗപദിയുടെ നിർവഹണത്തിൻ്റെ ഭാഗമായി അശ്വത്ഥാമാവിൻ്റെ കഥയാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് മുൻപേ ചെയ്തിട്ടുള്ളതാണ്. ഉഷയുടെ വർക്കിൽ ഈ ഒരു ടെൻഷൻ ഉടനീളം നിൽക്കുമ്പോൾ നാടകത്തിൻ്റെ നിർവഹണം ആയിട്ടുള്ള ഭാഗങ്ങളല്ലാതെയുള്ള ഭാഗങ്ങൾ ചെയ്യാനുള്ള മടിയും, അത് ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തമായ തികച്ചും തികച്ചും ഇൻഡിവിജ്വൽ എന്ന് പറയാവുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സവിശേഷമായൊരു സ്വഭാവം ഉണ്ടാവണം എന്ന നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുമ്പോൾ മറ്റു പലരിലും അതില്ല എന്ന വാസ്തവം പറയാതെ നിവൃത്തിയില്ല. കാരണം ആധുനികതയുടെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് പുതിയതുണ്ടാക്കുക എന്നതാണ്. പുതിയത് ചെയ്യുക. ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളിവിടെ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ സ്പോയിലർ അലേർട്ട് എന്നൊക്കെ എഴുതും. എന്നുവെച്ചാൽ ബാക്കിയുള്ള കഥ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും കാണാൻ പറ്റില്ല. ഇവിടെ ബാക്കിയുള്ള കഥ അറിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു അവസ്ഥ.
അപ്പോൾ ഈ പുതിയത് എന്നുള്ളതല്ല ഇതിലെ സമ്മർദ്ദം. പക്ഷേ ആധുനികമായ സമകാലികമായ ഒരു സാഹചര്യത്തിൽ എന്താണോ നിങ്ങൾക്ക് നോവൽ, പുതിയത് ചെയ്യാൻ കഴിയുക എന്നുള്ള വളരെ ശക്തമായൊരു സമ്മർദ്ദം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി പലപ്പോഴും വേണ്ട പോലെയുള്ള ചിന്തയോടു കൂടിയല്ലാതെ പല കവിതകളും പലതരത്തിലുള്ള കാവ്യഭാഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതിനോട് തർക്കം എന്ന നിലയ്ക്കല്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ കാവ്യഭാഗത്തിന് അനുസൃതമായ ഒരു അഭിനയ പദ്ധതി ഉണ്ടാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ ഇന്ന് ആധുനികമെന്ന് വിളിക്കുന്ന ഒരു സവിശേഷമായ ആസ്വാദന മണ്ഡലത്തിൽ അതിൻ്റെ ഒരു ഭാവുകത്വ പരിണാമമനുസരിച്ച് വ്യത്യസ്തമായ ഒരു അഭിനയ സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം പ്രധാനമായി മാറുന്നുണ്ട്. ഉഷയുടെ തന്നെ ഇതിൽ പറയുമ്പോൾ നമുക്ക് വേറൊന്ന് പറയേണ്ടി വരും. ഇപ്പം നിർവഹണമില്ലാതെ, അല്ലെങ്കിൽ നിർവഹണം എന്ന രീതിയിലല്ലാതെ നിർവഹണത്തിൻ്റെ രൂപം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ദശമം അഭിനയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. കൂടിയാട്ടത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ, നങ്ങ്യാർകൂത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് പാരമ്പര്യ നിഷേധമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. വേറെ ഒരു കാവ്യഭാഗം എടുക്കുക, ഭാഗവതം നാടകമില്ല. ആ ഭാഗവതം നാടകമില്ലാതിരിക്കുമ്പോൾ തന്നെ ഭാഗവതത്തിലെ ഈ ദശമസ്കന്ധം എടുത്തുകൊണ്ട് അങ്ങേർ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതേപോലെ ഇതര കാവ്യഭാഗങ്ങളും എടുത്ത് അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് വാദേന പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോഴും ഇതാണ് ചോദ്യം, ആ തരത്തിലുള്ള ആ കാവ്യഭാഗത്തിനോ അല്ലെങ്കിൽ സമകാലികമായ ഒരു ഭാവുകത്വത്തിനോ അനുയോജ്യമായ പുതിയൊരു അഭിനയ രീതി നിർമ്മിച്ചെടുക്കുവാൻ, രൂപീകരിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടി വരും. ഒരുപക്ഷെ കൂടിയാട്ടവും കഥകളിക്കും ഇത് ബാധകമാണ്. കൂടിയാട്ടം തഴച്ച് വളർന്ന് വികസിച്ച ഒരു കാലത്ത് മറ്റ് ദൃശ്യ കലാരൂപങ്ങൾ പ്രായേണ ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത്തരം ദൃശ്യരൂപങ്ങളുടെ ഒരു പ്രളയമാണ് നമുക്കുള്ളത്. പലരും ചോദിക്കുന്നതാണ്, എന്താണ് ചെറുപ്പം നോക്കിയാൽ മതി ഇവിടെ അതെന്തോ അബദ്ധത്തിന് പറ്റിയിരിക്കണം, ദിലീപിൻ്റെ മകനിൻ്റെ പിന്നിൽ വേറെ 2 കുട്ടികൾ ഇരിക്കുകയാണ്, അത് വലിയൊരു അത്ഭുതമായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് ഒരു കൂടിയാട്ട സദസ്സിൽ ഒരു 40-50 വയസ്സിന് താഴെയുള്ളവർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടിയാട്ടം അഭ്യസിക്കുന്നവരായിരിക്കും. കഥകളിയുടെ കാര്യവും ഒന്നും വലിയ വ്യത്യസ്തമല്ല എന്ന് തോന്നുന്നു. അതിന് ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം അവർക്ക് മറ്റനവധി കാണാനുണ്ട്. മാത്രമല്ല ഈ 2 മിനിറ്റ് 3 മിനിറ്റുള്ള റീല് കണ്ട് ശീലിച്ചിട്ടുള്ള നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്നത് ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സംഗതി കാണാൻ വേണ്ടിയിട്ട് ഇത് 3 മണിക്കൂർ ഇതേ ഒരാളെ തന്നെ നോക്കിയിരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഒരു വലിയ പാതകമായിരിക്കും. അവരോട് ഇറ്റ്സ് ടു മച്ച് ടു ആസ്ക്, വലിയൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും അതേ സമയവും ഇത് ഒരർത്ഥത്തിൽ എല്ലാ കലാരൂപങ്ങൾക്കും വലിയ സദസ്സുകൾ വേണമെന്ന വാശി ആവശ്യമില്ല എന്നതൊരു വശം. തിയേറ്ററിൽ തന്നെ വലിയ സദസ്സുകളുള്ള വലിയ എന്താ പറയുക ഓഡിയൻസുകൾക്ക് വേണ്ടി ചെയ്യുന്ന നാടകങ്ങളുണ്ട്, ചെറിയ ഓഡിയൻസുകൾക്ക് വേണ്ടി ചെയ്യുന്ന നാടകങ്ങളുണ്ട്. അവയുടെ ഭാഷകൾ വ്യത്യസ്തമായിരിക്കും, അവയുടെ സമീപനങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവ ഏത് രീതിയിലാണ് സംവേദനം നടത്തുന്നത് എന്നും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ ഒരു കാഴ്ചയുടെ സംസ്കാരത്തിനകത്താണ് ഇന്ന് നങ്ങ്യാർകൂത്തും കൂടിയാട്ടവും വർത്തിക്കേണ്ടി വരുന്നത്. അല്ലാതെ മുൻപുണ്ടായിരുന്ന ഏകമായ ഒരു ദൃശ്യകലാരൂപം എന്ന അവസ്ഥയിൽ അല്ല ഇന്നുള്ളത് എന്നും ഇത്തരത്തിലുള്ള മറ്റ് സമ്മർദ്ദങ്ങളും മറ്റ് സ്വാധീനങ്ങളും മറ്റ് മത്സരങ്ങളും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നും കൂടി ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ കലാരൂപങ്ങളിൽ വ്യാപരിക്കുന്ന നങ്ങ്യാർകൂത്തിലും കൂടിയാട്ടത്തിലും വ്യാപരിക്കുന്ന ആളുകൾ
11-ാം നൂറ്റാണ്ടിലുള്ള ആളുകളല്ല. അവർ നമ്മളെ പോലെ തന്നെ ബൈക്ക് ഓടിച്ചും കാർ ഓടിച്ചും റേഷനരി മേടിച്ചും ക്യൂവിൽ നിന്നും ഒക്കെ നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ ജീവിതത്തിൻ്റെ മുദ്രണങ്ങൾ അവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാവാതിരിക്കണം എന്ന് വാശി പിടിക്കുന്നത് പലപ്പോഴും തീർത്തും അബദ്ധമായിരിക്കുകയും ചെയ്യും. അത് ബോധപൂർവമോ അബോധപൂർവമോ ആയി അതിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏത് കലാരൂപത്തിൻ്റെ ചരിത്രം നോക്കിയാലും മാറി വരുന്ന കാലങ്ങളുടെ മുദ്രണങ്ങൾ അവയിൽ കാണാവുന്നതുമാണ്. പക്ഷേ ഇവിടെയാണ് എന്ത് ത്യാജ്യം, എന്ത് ഗ്രാഹ്യം എന്ന ചോദ്യം പ്രധാനമായി വരുന്നത്. ഏത് സ്വീകരിക്കണം, ഏത് വേണ്ട എന്ന് വെക്കണം എന്നുള്ള ചോദ്യം. അവിടെയാണ് ബോധപൂർവമായ ഒരു കലാമനസ്സിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ഉഷയുടെ പ്രവൃത്തിയുടെ വ്യത്യാസവും നമ്മൾക്ക് മാറ്റിക്കാണേണ്ടത് അതുമാണ്. നന്ദി. മാഷ് വന്നപ്പോൾ പറഞ്ഞു അധികം നേരം സംസാരിക്കാൻ പറ്റില്ല, ആരോഗ്യം മോശമാണ്, പറയണ പോലെ ആവാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് മാഷ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും രസകരമായിട്ട് തന്നെയാണ് മാഷ് ഇവിടെ അവതരിപ്പിച്ചത്. ഒട്ടും നമുക്കൊരു ബോറടിക്കാത്ത ഒരു രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ട്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഉഷാ നങ്ങിയെ കുറിച്ച് പറയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് ഇതൊക്കെ നമ്മുടെ അല്ലേ, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന രീതിയിലേക്ക് പല കലാകാരന്മാരുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ വേൾഡ് ക്ലാസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള നടത്തുന്നവർ, തീർച്ചയായിട്ടും അവരെയൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടതുമാണ്. അതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഉഷേച്ചി മാതിരിയുള്ള ഒരു ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല, എന്നാലും അമ്മൂരുടെയൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ശീലങ്ങളെ എനിക്കുള്ളൂ കൂടിയാട്ടത്തിൽ. എന്നാലും അതൊക്കെ നമ്മൾ ഇന്നും ഏറ്റവും വിസ്മയത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും എന്തായാലും വളരെ 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 സന്തോഷം ഈ ഒരു ഇതിന്. തീർച്ചയായിട്ടും പലതും കേട്ട് മതിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്ന സദസ്സിൻ്റെ ഒരു തന്നെയായിരിക്കും എന്നാണ് തോന്നിയത്. എന്തായാലും തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. നമ്മൾ ഇനിയൊരു ചായ ഇതിന് ശേഷം നമുക്ക് ഇന്ന് അവതരിപ്പിക്കുന്ന കഥാഭാഗത്തെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് അവതരണത്തിലേക്കും കടക്കാം. ചെറിയൊരു എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാം.